Today I'm lucky to have this wonderful panel here first of all, and I will start with Unni sir, of course. Sir എപ്പോഴും പറയുന്ന ഞാൻ ഫസ്റ്റായിട്ട് സാറ് അടുത്തുനിന്ന് കേട്ടൊരു വാക്കുണ്ട്, ബ്രിക്കലേജ് എന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ടോപ്പിക് അതിനായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട്സ് ദ ഇമ്പാക്ട് ഓഫ് ഹാൻഡ്സ് ഓൺ ലേണിംഗ്. ആക്ച്വലി എന്താണ് ബ്രിക്കലേജ് എന്നുള്ള സ്റ്റേജ് ലേണിംഗ് ഒരു മെത്തഡോളജിയിൽ വരുന്നത്? നമ്മൾ സാധാരണ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ കേട്ട് പഠിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിരന്തരമായി ഉരുവിട്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഒരു പഠനത്തിൻ്റെ രീതി. ഇത് വിദ്യാഭ്യാസപരമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടെ ലേണിംഗ് അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയുടെ ഭാഗമാണ്. പണ്ടുകാലത്ത് യഥാർത്ഥത്തിൽ എഴുത്തിലേക്കും ഒരു വൈജ്ഞാനിക പ്രക്രിയയിലേക്കൊക്കെ നീങ്ങുന്നതിനുള്ള മുമ്പ് ആദ്യകാലത്ത് കമ്മ്യൂണിക്കേഷൻ്റെ തുടർച്ചയായി ചില ശബ്ദങ്ങൾ തുടർച്ചയായിട്ട് ഉച്ചരിക്കുന്നത് പിന്നെ കോഗ്നിറ്റീവ് പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എങ്കിൽ തന്നെയും അത് ഇന്ന് ഒരു പഠന പ്രക്രിയയായി മാറുന്നത് ഒരു അർത്ഥവുമില്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിനുശേഷം പിന്നീട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പഠന പ്രക്രിയ പ്രധാനമായിട്ടും മിലിറ്ററി മേഖലയിലുള്ള പരിശീലന പ്രക്രിയയുടെ തുടർച്ചയായിട്ട് പാബ്ലോവിൻ്റെ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി ജോൺ വാട്സന്റെ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ബിഹേവിയറിസം. ബിഹേവിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പാവ്ലോവിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള എക്സ്പെരിമെന്റ് നമുക്കറിയാം. നായിന് പിന്നെ അത് ഭക്ഷണം കാണിച്ചു കൊടുക്കുമ്പോൾ അത് സലൈവേറ്റ് ചെയ്യും. അപ്പോൾ ആ ഭക്ഷണം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബെല്ല് കിരുക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ബെല്ലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നായ സലൈവേറ്റ് ചെയ്യുന്ന ഇതുണ്ടാവും. അപ്പം ഈ രൂപത്തിൽ കണ്ടീഷൻ ചെയ്തുകൊണ്ട് പഠിപ്പിക്കണം എന്നുള്ളതാണ് ബിഹേവിയറിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കുട്ടികൾ അന്വേഷണാത്മകതയുടെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മണ്ണും കല്ലും തൊട്ടറിഞ്ഞ് പിന്നെ സെൻസുകളെ ആദ്യമായി ഉത്തേജിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണാത്മകതയുടെ അടിസ്ഥാനത്തിൽ പിന്നെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പഠന പ്രക്രിയയിലൂടെ കുട്ടി വളർന്നു വരണം എന്ന് പറയുന്ന കൺസ്ട്രക്റ്റിവിസത്തിൻ്റെയും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെയും കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഉയർന്നു വരുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിനകത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയക്കകത്ത് സിദ്ധാന്തത്തിന്റെ സൈദ്ധാന്തികമായ ഒരു കാര്യം അറിഞ്ഞ് ആ ഒരു അനുഭവം സിദ്ധാന്തമായി മാറുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ സിദ്ധാന്തങ്ങൾ പഠിച്ച സിദ്ധാന്തങ്ങൾ ഉരുട്ടുകൊണ്ട് പഠിക്കുന്ന രീതിയിലാണോ പോകേണ്ടത്, അതോ അനുഭവിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണോ വേണ്ടത് എന്നുള്ളൊരു അടിസ്ഥാന പ്രശ്നമുണ്ട്. ഇന്ന് ലോകത്തുടനീളം അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് പഠിക്കുന്നതാണ് കൂടുതൽ ആഴത്തിൽ നിൽക്കുന്നത്, അത് പ്രയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാകുന്നത്. നേരെ മറിച്ച് ഒരു സൈദ്ധാന്തികമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളും പഠനങ്ങളും റിഫ്ലക്ഷനും പിന്നെ വിശകലനാത്മകതയും വേണ്ട എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ആത്യന്തികമായി പ്രയോഗത്തിൽ ഊന്നലുണ്ടാവണം. അങ്ങനെയാണ് ബ്രിക്കലേജ് എന്ന് പറയുന്ന ഫ്രഞ്ച് വാക്ക്, ബ്രിക്കലേജ് എന്ന് പറയുന്ന വാക്ക് ടിങ്കറിങ് എന്ന് പറയുന്ന പിന്നെ ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ആക്രിയിൽ നിന്ന് പല സാധനങ്ങൾ ഉണ്ടാക്കി സൃഷ്ടിക്കുന്ന ഒരു ഇന്നോവേറ്ററെ പോലെ, അതുപോലെ തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അതിലൂടെ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന സാം പിത്രോഡ പിന്നെ ഇന്ത്യയിൽ ആദ്യമായി ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങി. അതിൻ്റെ പേര് തോഡ് ജോഡ് ഫോർഡ് എന്നാണ്. അതിൻ്റെ അർത്ഥം തോഡ് ജോഡ് ഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം അത് അഴിക്കുക, അത് കഴിഞ്ഞാൽ അത് പിന്നെ കൂട്ടിവെക്കുക, അതിനുശേഷം അത് പുതുതായി റീഇമാജിൻ ചെയ്യുക. ഒരു സാധനത്തെ, നിലവിലുള്ള ഒരു സാധനത്തെ, ആ ഉൽപ്പന്നത്തെ ഡീകൺസ്ട്രക്ട് ചെയ്യുക,
അത് അഴിച്ചെടുക്കുക, അതിൻ്റെ അവാന്തര ഭാഗങ്ങളാക്കുക, അതിനുശേഷം അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുത്തൻ സാധനത്തെ ഇമാജിൻ ചെയ്യുക. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ സങ്കല്പമാണ്. തൊട്ടറിഞ്ഞുകൊണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം കുട്ടി പഠിക്കാൻ, അതിലൂടെ വേണം പഠന പ്രക്രിയ മുന്നോട്ട് പോകാൻ എന്നുള്ള തിരിച്ചറിവ്. വന്നാലും കൊള്ളാം, റോബോട്ടിക്സ് വന്നാലും കൊള്ളാം, മനുഷ്യന്റെ വൈജ്ഞാനിക പ്രക്രിയയുടെ അടിസ്ഥാനം ഈ പറയുന്ന തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പഠനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. Exactly. Thank you so much, sir, for the wonderful insights. I'll come back to you for sure. മെഹർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മെഹറിൻ്റെതായ ഒരു രീതിയിൽ ഇപ്പോൾ ടിങ്കർ സ്പേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മീൻസ് അതായത് ഈ കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു, ഇതിലുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ് മെഹർ ഫേസ് ചെയ്തിട്ടുള്ളത്? ഹായ്, എൻ്റെ പേര് മെഹർ. ഞങ്ങളൊരു ടെക്നോളജി പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ബേസിക്കലി റൺ ചെയ്യുന്നത്. കോളേജുകളിലൊക്കെ NSSൻ്റെ ക്ലബ്ബൊക്കെ ഉണ്ടാകുന്ന പോലെ കുട്ടികൾ പുതിയ ടെക്നോളജി പഠിക്കുന്ന ചെറിയ ചെറിയ ക്ലബ്ബുകൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു 60 കോളേജുകളിലായിട്ട് 10-20,000 മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതിൻ്റെ ഒരു വലിയ റീസണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ, ഇപ്പം ഞാൻ ഒരു 3rd year ഒക്കെ പഠിക്കുന്ന നേരമാണ് ആൻഡ്രോയിഡ് ഫോൺ വന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 വർഷത്തിനിടയിൽ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ഒരു 4 പ്രാവശ്യമെങ്കിലും ഫുള്ളി റീറൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അന്നുണ്ടാക്കിയതിന് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്പ് 3 വർഷത്തിന് ശേഷം ആക്ച്വലി വർക്ക് ചെയ്യില്ല. അപ്പം പക്ഷെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഡാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത 100 വർഷം വർക്ക് ചെയ്യും. അപ്പം ടെക്നോളജി ഇത്ര ഫാസ്റ്റ്ലി മാറുമ്പം നമുക്ക് സിലബസ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് മാറ്റുക എന്നുള്ളത് എന്തായാലും നടക്കില്ല. സിലബസിൽ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളായിരിക്കും, 2, 3 കൂട്ടി 5 എന്നുള്ളത് എല്ലാ കാര്യവും വർക്ക് ചെയ്തേക്കും. പക്ഷെ എനിക്കൊന്ന് കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പം നമുക്ക് 2 കല്ലെഴുതിയിട്ട് തീ ഉണ്ടാക്കുന്നത് പണ്ട് ഭയങ്കര സ്കില്ലായിരുന്നു. പക്ഷെ ആ സ്കില്ല് ഒരു സ്കില്ലല്ലാതാവാൻ ചിലപ്പോൾ 1000-കണക്കിന് വർഷം വേണ്ടി വന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാവ ഭയങ്കരമായിട്ട് ആയിട്ട് അറിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇപ്പം ഭയങ്കര നല്ലൊരു ജോലി കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലപ്പോൾ അത്രയും കൂടുതൽ ജാവക്കാരെ ആവശ്യം വരില്ലായിരിക്കും. അപ്പോൾ ആ കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോടൊക്കെ പറഞ്ഞ ഒരു പ്രായം വരെ പഠിക്കുക, കോളേജിൽ പോവുക, പഠിക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിക്ക് പോവുക, പിന്നെ പണിക്ക് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അങ്ങനെ എന്നുള്ളതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ ആ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് ആൾക്കാർ ഈവൻതോ കുറച്ച് കഷ്ടപ്പെട്ട ഒരു ജോലിയൊക്കെ കിട്ടിയാൽ പോലും അടുത്ത 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ നോക്കുന്നത് പിള്ളേർക്കിടയിൽ പുതിയ സാധനങ്ങൾ പഠിക്കുന്നത് ഭയങ്കര രസമാക്കാൻ പറ്റുമോ, അത് അവർക്ക് വേണമെന്ന് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ രസമുണ്ട്. ഒരു ആപ്പ് ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും താല്പര്യമില്ല. നമ്മൾ ബസ്സിൽ പോകുന്ന നേരം, പുറത്തൊക്കെ പോകുന്ന നേരം ഇങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ആപ്പിൽ ഇങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായത് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രശ്നം അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. ഇവന്തോ ഇപ്പം നമ്മളെ കൂട്ടത്തിലുള്ള ഭയങ്കര അടിപൊളി ആപ്പ് ഉണ്ടാക്കുന്ന ആരും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയ ആൾക്കാരൊന്നല്ല. ഇവർ 3, 5, 8 സ്വന്തം പഠിക്കുന്ന. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ടെക്നോളജി ലേണിംഗ് ഭയങ്കരമായിട്ട് ഡെമോക്രറ്റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു, കോഡിങ് പഠിക്കുന്ന പ്രോഗ്രാമാണ്. പക്ഷെ നമ്മൾ കുറച്ചൊരു ഫെസ്റ്റിവലായിട്ടാണ് ചെയ്ത്. കോവിഡിൻ്റെ ഇടയ്ക്ക് കോഡ് പഠിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഓണപ്പൂക്കൾ ഉണ്ടാക്കണം. പക്ഷേ ഡിസൈൻ അല്ല, കോഡ് ചെയ്തിട്ട് ഇങ്ങനെ സർക്കിളൊക്കെ വരച്ച് ഓണപ്പൂക്കൾ ഉണ്ടാക്കണം. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് മാക്ബുക്ക് ആയിരുന്നു, മംഗ്ലീഷ് കീബോർഡില്ല, മലയാളം ടൈപ്പ് ചെയ്യുന്ന അവരെ വക സമ്മാനം. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ചെക്കന് ഒരു 3D മോഡലൊക്കെ ഉള്ള ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോ ചെറിയ വേരിയബിളൊക്കെ മാറ്റിയാൽ ഡിസൈൻ തന്നെ മാറുന്നേറ്റാൽ അടിപൊളി സാധനം. പക്ഷെ അവനത് മൊബൈൽ ഫോൺ വെച്ച് ഉണ്ടാക്കി. അപ്പോൾ സാധാരണ വീട്ടിലെ ഒരു കുട്ടിക്ക്, ഒരു ആൻഡ്രോയിഡ് ഫോണുള്ള ഒരു കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 6 മാസം അധ്വാനിക്കാൻ വില്ലിങ് ആണെങ്കിൽ, അധ്വാനിക്കാനല്ല, രസത്തിന് ഇഷ്ടമുള്ള സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ലൊരു ലൈഫ് കിട്ടുക എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത് നമുക്ക് അറിഞ്ഞിട്ട് നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞില്ല ഭയങ്കര മോശമാണെന്ന് നമുക്കൊരു കുറേ ആൾക്കാർക്ക് തോന്നിയതുകൊണ്ട് ഒരു ബഞ്ച് ഓഫ് ടെക്നോളജി അറിയുന്ന ആൾക്കാർ ചേർന്നാണ് ടിങ്കർ ഹബ് പോലത്തെ ഒരു കളക്റ്റീവ് ഉണ്ടാക്കിയത്. അണ്ടർലൈൻ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി പഠിക്കുന്നത് ഭയങ്കര പോസിബിൾ ആണ്. എൻ്റെ ഒരു കോ ഫൗണ്ടർ BA ഇംഗ്ലീഷ് പഠിച്ചതാണ്. പുള്ളി ഇവഞ്ച്വലി ട്രൂ കോളറിലൊക്കെ പോയി, സ്വീഡനിലൊക്കെ പോയി. ലാസ്റ്റ് ഒരു 3 year 2-3 എക്സിറ്റ് പുള്ളിയുടെ പല കമ്പനികൾക്ക് കിട്ടി. അപ്പം പക്ഷേ ആ പുള്ളി പറയാനും ആ കോഡിങ് പഠിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഓട്ടോ ഓടിച്ച് നടക്കുന്നുണ്ടായിരുന്നു തൊടുപുഴ. പക്ഷെ ഓട്ടോ ഓടിക്കുന്ന ഒരു പ്രശ്നമല്ല, പക്ഷേ പുള്ളി ഇത് പഠിക്കാൻ പറ്റും തോന്നിയോണ്ട് പുള്ളി ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ലെവലിലേക്ക് പുള്ളിക്കും ഭയങ്കര മീനിങ് ആയ സാധനത്തിലേക്ക് എത്താൻ പറ്റി. അപ്പം പക്ഷെ അത് സിസ്റ്റത്തിന് ചിലപ്പം കുറച്ച് സമയം എടുക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ നാട്ടിലുള്ള ഈ വൈബുള്ള കുറെ ആൾക്കാർ ചേർന്നിട്ടുണ്ടാക്കിയ ചെറിയൊരു കളക്റ്റീവാണ്. നമുക്ക് കൊച്ചിയിലൊരു സ്പേസ് ഉണ്ട്, മേ ബി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരാം.
ഓക്കെ ശരി, താങ്ക് യു മെഹർ. കമ്മിങ് ടു ഉമർ. ഉമർ ഒരു ഇൻഫ്ലുവൻസറാണ്, ഒരു ടെക്നോളജി എന്തൂസിയസ്റ്റ് ആണ്, ഒരു മീൻസ് ഓൺടർപ്രണർ ആണ്. അപ്പോൾ മീൻസ് കുറേ അധികം ടച്ച് പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ലൈഫ് കുറച്ചും കൂടി മീൻസ് അവരുടെ ഒരു റെസ്പോൺസും മീൻസ് അവരുടെ ലൈഫ് കുറച്ചും കൂടിയും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് ശരിക്ക് ഒരു ഹാൻഡ്സ് ഓൺ ലേണിങ്ങിനെ കുറിച്ചിട്ട് ഉമറിന് തോന്നുന്നത്? മീൻസ് ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സൈഡിൽ ഉള്ള ഒരു പബ്ലിക് റെസ്പോൺസ് എന്താവും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള എത്രത്തോളം പോസിബിലിറ്റീസ് ആണ് ഉള്ളത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഹായ്, എനിക്കൊന്ന് എല്ലാവരും ഒരുപാട് പേർക്ക് എന്നെ അറിയുന്നവരുണ്ടാകും. മലപ്പുറംകാരനാണ്. പക്ഷെ ഒരുപാട് ഞാൻ കണ്ടന്റ് എല്ലാം ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അത്തരം സാങ്കേതിക വിദ്യകൾ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തും, ഇതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതലും സംസാരിക്കാറുള്ളത്. പക്ഷേ എൻ്റെ ഒരു മേജർ ടോപ്പിക്കാണ് വിദ്യാഭ്യാസത്തിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് ഇനിയുള്ള കാലത്ത് ആവശ്യമായി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ലൈക്ക് ഐ ഹാവ് ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ അൺലിമിറ്റഡ് ബജറ്റ് ഉണ്ട് നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. 100 crore rupees നിങ്ങളുടെ കയ്യിലുണ്ട് എഡ്യൂക്കേഷനിൽ ചിലവഴിക്കാൻ നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ യു ഡു? അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷനാണ് നിങ്ങൾ കൊടുക്കുക? നിങ്ങൾ നാട്ടിലെ ഏറ്റവും നല്ല സ്കൂളിൽ പറഞ്ഞേക്കാണോ ചെയ്യുക? അല്ലെങ്കിൽ ഡു യു ബിലീവ് ദ സിസ്റ്റം? ലൈക്ക് ഈ ഇന്നത്തെ സിസ്റ്റത്തിൽ കഴിഞ്ഞൊരു 10-200 കൊല്ലത്തിലെ എവല്യൂഷൻ സ്കൂളിങ്ങിനുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ അത്ര കാലമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള സ്കൂളിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഫോക്കസ് എന്തായിരുന്നു? ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. ചെറിയ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ എൻ്റർ ചെയ്യുന്നു, 10ാം ക്ലാസ്സിൽ എക്സിറ്റ് അടിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം ആളുകൾക്കൊരു പൊതുബോധം ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം. അപ്പോൾ ഇത് നമ്മളൊരു 10 വർഷത്തെ ഷെഡ്യൂളിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ ഒരു ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ സ്കൂളിംഗ് എല്ലാം നിലനിൽക്കുന്നത് ഒരു ആവറേജ് ആൾക്ക് ഒരു നോർമൽ 1 വർഷം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കിയ സിലബസാണ് ഓരോ ക്ലാസ്സിനും ഉണ്ടാവുക. അപ്പോൾ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ് ഇതെല്ലാം ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. അതായത് ഒരു ആവറേജ് ആൾക്ക് വേണ്ടുന്ന രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും യുണീക്കാണ്, എല്ലാവരുടെയും സർക്കംസ്റ്റാൻസസ് യുണീക്കാണ്, എബിലിറ്റികൾ യുണീക്കാണ്. പക്ഷെ നമ്മൾ അതിനെ പലപ്പോഴും തേർഡ് എന്നുള്ള ഒരു സ്റ്റേജ് വരുന്നത് ഇപ്പോൾ മെഹറൊക്കെ ചെയ്യുന്ന പോലെ ഒരു ആഫ്റ്റർ സ്കൂളിംഗ് അല്ലെങ്കിൽ ഒരു സ്കില്ലിംഗ് സ്പേസിൽ നമുക്കിത് കുറച്ചും കൂടെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ പല കുട്ടികളുടെയും വലിയ രീതിയിലുള്ള അവരുടെ ഒരു ബ്രില്യൻസ് എല്ലാം കാണിക്കുന്ന ഒരു ഏജ് ഈ സ്കൂളിംഗ് ഫേസിലായിരിക്കും. അപ്പോൾ ആ ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ശരിക്കും നമ്മൾ ഡ്രാഗ് ഡൗൺ ചെയ്യുന്ന പോലെയാണ്. അതായത് ഭയങ്കര ഫാസ്റ്റായിട്ട് പോകാൻ കഴിയുന്ന ഒരു കുട്ടി ഉണ്ടാവും. പക്ഷേ ആ കുട്ടിയെ നമ്മളെ സിസ്റ്റം ഇങ്ങനെയാണ്, നിനക്ക് എത്ര ബ്രില്യൻ്റ് ആയാലും 2ാം ക്ലാസ്സിലെ സബ്ജക്റ്റുകൾ ചിലപ്പോൾ നീ 2 മാസം കൊണ്ട് തീർത്താലും യു ഹാവ് ടു കംപ്ലീറ്റ് ദാറ്റ് ഇയർ. അതിനുശേഷം മാത്രമേ അത് എക്സിറ്റ് അടിക്കാൻ പറ്റൂ. അപ്പോൾ എന്താണ്, 3ാം ക്ലാസ് ഇയാൾ തുടങ്ങുമ്പോൾ അവൻ്റെ ഫ്രണ്ട് അവൻ്റെ അത്ര ബ്രില്യൻ്റ് അല്ലെങ്കിലും ദേ ആർ സ്റ്റാർട്ടിങ് അഗെയിൻ ടുഗെദർ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരിയഡ് കഴിയേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വിഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഓപ്പൺ പ്രോട്ടോക്കോൾ പോലെ ഒരു സംവിധാനം, ഔട്ട്കം ബേസ്ഡ് അപ്രോച്ച് ആവുക സ്കൂളിങ്ങിലും. കുട്ടിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മറ്റ് ഭാഗങ്ങളെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് കുട്ടിയുടെ EQ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് കുട്ടിയുടെ ഈ ഇൻ്റലിജൻസ് സൈഡ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈഡിൽ കുട്ടിക്ക് ഓരോ ക്ലാസ്സിലും നമ്മൾ ഇത്ര കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്കൂളിങ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് വരാം. ഞാൻ സ്കൂളിങ്ങിലാണ് കുറച്ചും കൂടെ ഫോക്കസ്ഡ്, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആവുന്നത്. സ്കൂളിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ആ കുട്ടിക്ക് ഈ ലോകവുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കുട്ടിയുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കാൻ കഴിയണം, നമ്മുടെ കാലാവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയണം, മണ്ണിനെ മനസ്സിലാക്കാൻ കഴിയണം, ചുറ്റുള്ള ആളുകളോട് ഇടപഴകാൻ കഴിയണം, നമ്മുടെ ചരിത്രം അറിയണം, കൾച്ചർ അറിയണം, സയൻസിൽ ഇടപെടാൻ കഴിയണം. ഇങ്ങനെ ഒരുപാട് നമുക്ക് ചുറ്റുമുള്ള എൻവിയോൺമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ വേണ്ടുന്ന വിദ്യാഭ്യാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിങ് വഴി കൊടുക്കുന്നത്. ഒരു ജോലി നേടുക എന്നുള്ളത് അതിൻ്റെ പേർപ്പസ് അല്ല. പക്ഷേ ഇവിടെ പരീക്ഷയുടെ പ്രസക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടൂളാണ്. അപ്പോൾ ഇവിടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊണ്ടുവരാൻ പറ്റിയാൽ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ വിർച്വൽ റിയാലിറ്റി പോലെയുള്ള ടെക്നോളജികൾ കൂടുതൽ വ്യാപകമാവുകയാണെങ്കിൽ നമുക്ക് നോർമൽ അക്കാഡമിക്സിൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊണ്ടുവരാൻ മുന്നത്തെ പോലെ ഒരുപാട് വലിയ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഉണ്ടാവില്ല. ഡിജിറ്റൽ റെവല്യൂഷൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ജനറൽ എഡ്യൂക്കേഷനെ എഡ്യൂട്ടൈൻമെൻ്റ് ആക്കുക എന്നുള്ളൊരു ഏരിയ ഉണ്ട്. ഗെയിമിഫൈങ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ
കുട്ടികൾക്ക് ഗെയിം കളിക്കുന്ന പോലെ എഡ്യൂക്കേഷനെ ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ പറ്റിയാൽ, പരീക്ഷകളുടെ സ്ട്രക്ചറിനെ പൊളിച്ചെഴുതിയിട്ട് ഔട്ട്കം ബേസ്ഡ് മോഡലിലേക്ക് വന്നാൽ, അതായത് 5ാം ക്ലാസ് കഴിയുന്ന കുട്ടിക്ക് 5ാം ക്ലാസ്സിലെ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടല്ല 6ാം ക്ലാസ്സിലേക്ക് പോവേണ്ടത്, അല്ലെങ്കിൽ ലെവലപ്പ് ചെയ്യേണ്ടത് സെറ്റ് ഓഫ് ടാസ്കുകൾ, ഗെയിം പോലെ. അതിൽ നമുക്ക് അതിലും ഇവാലുവേറ്റ് ചെയ്യാൻ മെത്തേഡ്സ് ഉണ്ടാകും, നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓപ്പൺ പ്രോട്ടോകോൾ സിസ്റ്റം ഒക്കെ സ്കൂളിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ 10 വയസ്സാകുമ്പോഴേക്കും 10ാം ക്ലാസ് തീർക്കാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് സ്കോപ്പുകളുണ്ട്. അപ്പോൾ സ്കൂളിങ് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം പറയാറ് എന്താ വെച്ചാൽ മാനസിക വികാസം, മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ ഉപോൽപ്പന്നമായിട്ട് പറയുന്ന സ്കൂളുകൾ നിലനിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയൽ സ്കൂളുകൾ, ഞാനിങ്ങനെ ഈ കോവിഡ് കാലത്തുണ്ടായ ഒരു കാര്യം, അതായത് ചില ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ, വലിയ സ്കൂൾ മാനേജ്മെൻറ്റുകളോട് സംസാരിക്കുമ്പോൾ, മുന്നേ അവർ ഞങ്ങൾ A+ൻ്റെ എണ്ണം പറഞ്ഞിട്ടാണ് സ്കൂളിനെ ബ്രാൻഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എഡ്യൂക്കേഷൻ സ്കൂളുകൾ നിലനിൽക്കണം, കാരണം സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ് ഇതിൻ്റെ കീ വാല്യൂ എന്ന് പറയാറുണ്ട്. ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഓരോ പീരീഡിൻ്റെയും ബ്രേക്കിൽ കിട്ടുന്ന 5 മിനിറ്റും ലഞ്ച് ബ്രേക്കുമാണ്. അതായത് ഒരു കുട്ടി ഒരു സ്കൂളിൽ 6 മണിക്കൂർ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ 5 മിനിറ്റ് വീതം 5 പീരീഡിലും പിന്നെ ആ കിട്ടുന്ന ലഞ്ച് ബ്രേക്കുമാണ് നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ആയിട്ട് പറയുന്നത്. പക്ഷെ അതിന് ക്ലബ്ബുകൾ തുടങ്ങിയാൽ മതി. അതായത് മീൻസ് അതിനേക്കാൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസുകൾ നമുക്ക് വേറെയും ചെയ്യാൻ പറ്റും. അതായത് സ്കൂളിങ്ങിൻ്റെ മെത്തേഡ് മാറണം എന്നാട്ടോ പറയുന്നത്, അല്ലാണ്ട് നാളെ മുതൽ നമ്മുടെ സ്കൂളൊന്നും വേണ്ട എന്നുള്ളതല്ല. അതിൻ്റെ നമ്മുടെ ഒരു ഓപ്പറേഷണൽ മാനുവൽ മാറ്റേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്തേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുക. എഡ്യൂക്കേഷനെ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ജനറേറ്റീവ് AI പോലെയുള്ള ടൂളുകൾ വരുന്ന സമയത്ത്. അതുപോലെ വിർച്വൽ റിയാലിറ്റി സ്പേസിലൊക്കെ വരുന്ന ഒരുപാട് ഇന്നോവേഷൻസ് നമുക്ക് ഹാൻഡ്സ് ഓൺ ലേണിങ്ങിന് മുന്നത്തെ പോലെ ഒരു കോസ്റ്റ് വരില്ല. ഇപ്പോൾ ഒരു MBBS കുട്ടികളൊക്കെ ചെയ്യുന്ന കടാവർ എക്സ്പെരിമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അതിന് നമുക്ക് അത്രയും കടാവർ വേണമല്ലോ. പക്ഷേ ഇതിനെ വിർച്വൽ റിയാലിറ്റിയിൽ സിമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അൺലിമിറ്റഡ് നമ്പർ ഓഫ് സിമുലേഷൻസ് നിയർ സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ടെക്നോളജിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഹാൻഡ്സ് ഓൺ ലേണിങ്ങിൻ്റെ സാധ്യതകൾ ചെറിയ പ്രായം തൊട്ടിട്ട് വലിയ പ്രായം വരേക്കും നമുക്ക് ടെക്നോളജി ലെവറേജ് ചെയ്തിട്ട് വലിയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇവിടെയൊക്കെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഹാൻഡ്സ് ഓൺ ലേണിംഗ് കൊണ്ടുവരുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഇപ്പോൾ VR ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ എടുക്കുന്ന സമയം ഒരുപാട് കുറയും. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും? സ്കൂളിങ് നിലവിൽ 10 മാസമാണെന്നുണ്ടെങ്കിൽ ആ 10 മാസത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതിലും കുറഞ്ഞ സമയത്തിൽ മെറ്റാവേഴ്സ് പോലെയോ വിർച്വൽ റിയാലിറ്റി പോലെയോ അല്ലെങ്കിൽ അതർ IoT ബേസ്ഡ് ആയിട്ടുള്ള എനി സൊല്യൂഷൻ അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ടൈം ഗ്യാപ്പ് കുറക്കാൻ പറ്റുകയാണെങ്കിൽ ബാക്കി വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെയൊക്കെ മെഹർ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഫാസ്റ്റായിട്ടാണ് ഇന്ന് ലോകം പോകുന്നത്. മുന്നൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ചേഞ്ചസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുന്നേ നമുക്ക് അതിനൊരു ടൈം കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്പീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും പുതിയ AI മോഡലുകൾ വരികയാണ്. ഇപ്പോൾ നമുക്കേ അറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈക്വൽ ടു നാച്ചുറൽ ലാംഗ്വേജ് എന്നുള്ള സ്റ്റേജിലേക്ക് വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ GPT സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ChatGPTയുടെ അകത്ത് ഒരു പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് സ്വന്തം AI ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. അതിലൊരു സെഗ്മെന്റ് തന്നെയുണ്ട് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട്. കോപ്പൈലറ്റും ബ്ലാക്ക് ബോക്സും ഒക്കെ പ്രോഗ്രാമിങ്ങിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ എൻട്രി ബാരിയർ കൂടുകയാണ്. അതായത് ഇനി എന്തെങ്കിലും ഒരു കരിയറോ മറ്റു കാര്യങ്ങളോ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി ബാരിയർ കൂടുതലാണ്. മാത്രമല്ല ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് സർവൈവൽ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എഗെയിൻ ഏതെങ്കിലും ഒരു പുതിയ AI ടൂളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൂൾ വന്നിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലിയെ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ അപ്സ്കില്ലിംഗ് റിക്വയർമെൻ്റ് ഉള്ള രീതിയിലേക്ക് മാറ്റുകയോ ചെയ്തേക്കാം. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സ്പേസ് ആയിരിക്കും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ലോ മേക്കേഴ്സിനായാലും അതുപോലെ തന്നെ ഇങ്ങനത്തെ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും. എന്നാൽ ഇതിൻ്റെയൊക്കെ എൻഡ് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലെവറേജ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുക. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ തന്നെ ആൻസർ ചെയ്തിട്ട് ഈ ഭാഗം എൻഡ് ചെയ്യാം. അതായത് അൺലിമിറ്റഡ് ബജറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടിയെ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുക എന്നുള്ളത് ഐ തിങ്ക്. അല്ലെങ്കിൽ എനിക്കൊന്നും അധികം ആളുകൾ ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മാക്സിമം എക്സ്പീരിയൻസ് നേടാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. കുട്ടി മാക്സിമം എക്സ്പേർട്ടുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കണം. ഇപ്പോൾ ഈജിപ്തിലെ പിരമിഡിനെ കുറിച്ച് കുട്ടി പുസ്തകത്തിൽ വായിച്ചിട്ട് ആലോചിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ പിരമിഡ് നേരെ പോയി കാണാനുള്ള ഓപ്ഷൻ കൊടുക്കണം. കാരണം നമ്മൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ പോലും നമുക്കിപ്പോൾ വലുതെന്ന് പറഞ്ഞാൽ വളരെ വലുതെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഇമാജിനേഷൻ ഒരു പരിധി ഉണ്ടാവും.
ബുർജ് ഖലീഫ എത്ര വലുതാന്ന് വെച്ചാൽ എത്ര കണ്ടാവുന്നേ പറയുള്ളൂ. അതിൻ്റെ താഴെ ചെന്ന് കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മേലെ നിന്ന് കാണുന്ന കാഴ്ച ഡിഫറെൻ്റ്. കാരണം അത് മനുഷ്യൻ്റെ ഒരു കോർ ഫാക്ടറാണ്. നമ്മൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ആശയങ്ങൾ പോലും ഓവർ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പോൾ AI അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എന്ത്, അത് കളിപ്പീരാണ്. ലൈക്ക് അത് പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഇമാജിനേഷൻ അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ChatGPT പോലത്തെ ഒരു AI ഒരു പക്ഷേ കേരളം എന്നുള്ള ഒരു സംസ്ഥാനം കൺസ്യൂം ചെയ്തതിനേക്കാൾ കൂടുതൽ വൈദ്യുതി കൺസ്യൂം ചെയ്തിട്ടാണ് അതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അത് മാത്രമൊന്നും ഇല്ലല്ലോ എന്നുള്ള അപ്പോഴും അത്രേ പോകുള്ളൂ. ആ ഒരു ഓവർ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ സൈഡ് അത്ര സിമ്പിൾ അല്ല. പക്ഷേ ഇത്തരം ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പേസ് വെച്ചിട്ട് നമുക്ക് അതിനെ ലെവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് യൂസർ ആവുകയാണെങ്കിൽ പോലും നമുക്ക് വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ തിങ്ക് ലൈക്ക് ദിസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷനിൽ മുന്നത്തെ പോലെയല്ല, നമുക്ക് ചോയ്സ് ഉണ്ടാകും. അപ്പോൾ ഒരു എൻഡ് ഗോളായിട്ട് എനി എഡ്യൂക്കേഷൻ ഞാൻ കാണുന്നത് പേഴ്സണലൈസേഷനാണ്. എല്ലാവർക്കും അറിയേണ്ടുന്ന ഒരുപാട് ബേസിക് സെറ്റുകൾ ഉണ്ടാവും, പക്ഷേ എല്ലാവരും ഒരേ സ്പീഡിൽ പ്രോഗ്രസ് ചെയ്തോളണമെന്നില്ല. കൂടുതൽ അഫോർഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. എഗെയിൻസ്റ്റ് മെഡിക്കൽ കെയറിൽ വരുന്ന നമ്മൾ അപ്ഡേറ്റുകൾ വരെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂറാലിങ്ക് ഇപ്പോൾ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. നിലവിൽ അത് യൂസ് ചെയ്യപ്പെടുന്നത് നല്ല യൂസ് കേസുകളാണ്. അതായത് ഹെൽത്ത് ഇമ്പയർമെൻറ്റ്സ് ഉള്ള ആളുകൾക്ക് എണീക്കാനോ നിൽക്കാനോ നടക്കാനൊക്കെ പ്രയാസമുള്ളവർക്ക് ന്യൂറൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനാണ്. വാട്ട് ഇഫ് അത് സൂപ്പർ ഹ്യൂമൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്യനേഴ്സ് അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് പറയാം. അതായത് ഇവിടെ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് നമുക്ക് പറയാം. വാട്ട് ഇഫ് ദേ ക്യാൻ ലെവറേജ് ദാറ്റ്. അപ്പോൾ ഇന്ന് അതിനും പോസിബിൾ ആവുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കാലത്തെ ചലഞ്ചുകളെ നമ്മൾ വളരെ ഡിഫറെൻ്റ് കണ്ണിലൂടെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഉമർ. ഒരു ചെറിയ ടോക്കിലൂടെ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് കൊണ്ടുവന്നു. അപ്പോൾ ഐ എം കമ്മിങ് ബാക്ക് ടു ഉണ്ണി സർ. സർ ഇപ്പോൾ കുറേ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവിൽ കുറേ കീവേഡ്സ് വന്നു. ഗെയിമിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, കോഗ്നിറ്റീവ് ഇമ്പാക്റ്റ്, പിന്നെ അതുപോലെ ഞാൻ ആക്ച്വലി ഈ ഒരു സ്കെയിലിൽ ഇങ്ങനത്തെ കുറേ പ്രോജക്ട്സ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഈവൻ YEP പ്രോജക്റ്റിൽ വരെ ട്രാൻസാക്ട് വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് സീയിങ് ദ വേൾഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ സറൗണ്ടിങ്സ് ആൻഡ് അതിൽ നിന്ന് പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് എങ്ങനെ ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും? ഞാനും ഒരു ഫോക്സ് ലാബ് മേക്കർ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 ഇയേഴ്സോളം ഒരു ഹാൻഡ്സ് ഓൺ ലേണിങ്ങിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആക്ച്വലി എന്താണ് അതിലുള്ള ചാലഞ്ചസ്? നമുക്ക് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റുക? ഞാൻ അതിലേക്ക് എത്താം. അതിന് മുമ്പ് ഞാൻ ഓമർ പറഞ്ഞു വന്നിട്ടുണ്ട് ചെറിയ കാര്യങ്ങളെ സംബന്ധിച്ച്. ഓമറിനേക്കാൾ ഒരു 10-20 ഓണം കൂടുതൽ ഉണ്ടിട്ടുള്ള ആളാണ്. പക്ഷെ എന്നാലും ഞാൻ വളരെ ഇതോടുകൂടി ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. 100 കോടി രൂപ ബഡ്ജറ്റുള്ള ഒരാൾ എങ്ങനെ കുട്ടിയെ വിദ്യാഭ്യാസം കഴിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ മലപ്പുറത്തെ മീൻ ചുമക്കുന്ന അല്ലെങ്കിൽ മീൻ മുക്കാൻ പോകുന്ന ആളുടെ മകൻ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. അവൻ ഈജിപ്തിലേക്ക് ഫ്ലൈറ്റ് പോയിട്ട് പെർമിറ്റ് കാണണമെന്ന് ഞാൻ പറയൂല. അവൻ നാട്ടിലെ ചുറ്റോടുമുള്ള ദാരിദ്ര്യവും ചുറ്റോടുമുള്ള പ്രശ്നങ്ങളും അടക്കമുള്ള കാര്യങ്ങളിലെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ആ കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പഠിക്കണം. അവൻ പഠിക്കുന്ന കാര്യം എങ്ങനെ പ്രയോഗിക്കാൻ കഴിയുമെന്ന് പഠിക്കണം. എങ്ങനെ ഒരു നല്ല മനുഷ്യനാവാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ മുൻഗണന. അത് ഞാൻ എന്തായാലും കൃത്യമായിട്ട് പറഞ്ഞു പോകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, വിദ്യാർത്ഥി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം ഒരു യന്ത്രത്തിലൂടെ കുട്ടികളെ പടച്ചുവിടുന്ന ഒരു പ്രക്രിയയായിട്ടാണ് കാണുന്നത്. അത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒരു വ്യവസായത്തിൽ ഉൽപ്പന്നം സൃഷ്ടിക്കുന്ന പോലെ യന്ത്രത്തിലൂടെ പടച്ചുവിടുകയും അത് കുട്ടികളുടെ വ്യക്തികേന്ദ്രീകൃതമായ ഒരു പ്രക്രിയ, ആ പ്രക്രിയയിലൂടെ ചില സാധനങ്ങൾ കുട്ടിക്ക് കടത്തിവിടുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ചില ശേഷികൾ ആർജിക്കുക. ആ ശേഷികൾ ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സരയോട്ടത്തിൽ പങ്കാളിയാവാൻ കഴിയുന്ന രൂപത്തിൽ, അതിന് കഴിയുന്നതിന് പറ്റുന്ന രൂപത്തിൽ അവൻ ഓഗ്മെന്റഡ് റിയാലിറ്റിയും ജെൻ-എഐയുടെയും ഗുളികകൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ നല്ല മിടുക്കനാക്കി മാറ്റുക എന്ന് പറയുന്ന സങ്കല്പം യുക്തിക്ക് നിരക്കാത്തതാണ്. കാരണം ചരിത്ര നിഷേധമാണ്. മനുഷ്യനായി മാറിയത്
പിന്നെ വാനരിൽ നിന്ന് നരനിലേക്കുള്ള ട്രാൻസിഷൻ തന്നെ സാധ്യമായത് കൂട്ടായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ്. പല ആൾക്കാർ ചേർന്ന് ഒരുമിച്ചാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടായത്. ആ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരുമിച്ചുള്ള ഉൽപാദന പ്രക്രിയയിലൂടെയാണ് മനുഷ്യന്റെ വൈജ്ഞാനിക ശേഷി മുഴുവൻ ആർജിച്ചിട്ടുള്ളത്. ഈ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് കുട്ടികൾ പഠിക്കുന്നതെന്ന് ലോകത്തുടനീളം നമുക്കറിയാം. കുട്ടി പഠിക്കുന്ന അധ്യാപകൻ പറയുന്നതുകൊണ്ടൊന്നുമല്ല, പുസ്തകത്തിന്റെ ഉള്ളിലുമല്ല. കുട്ടി പഠിക്കുന്നതിൽ ഏറിയ പങ്കും പിയർ ലേണിങ്ങിലാണ്, യാതൊരു സംശയവും വേണ്ട. അമേരിക്കയിൽ അടക്കമുള്ള, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞ 23ാമത്തെ രാജ്യമാണ് പിന്നെ എഡ്യൂക്കേഷൻ ഇൻഡെക്സിൽ. ഏറ്റവും മെച്ചപ്പെട്ട ഫിൻലൻഡിനെ പോലെ, നോർവേയെ പോലെ, ചൈനയെ പോലെ, വിയറ്റ്നാമിനെ പോലെ അതുപോലുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ പ്രക്രിയയുടെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുട്ടികൾ തമ്മിലുള്ള പരസ്പരമുള്ള വിനിമയം, അതിന് പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനം, കുട്ടികൾ കൂട്ടായി പ്രവർത്തിക്കണം. അല്ലാതെ ഒരാളുടെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് ഒരു യന്ത്രവും മനുഷ്യനും തമ്മിലുള്ള ഇടപെടലിലൂടെ കുട്ടി ആർജിക്കുന്ന കാര്യം മാത്രമല്ല, കൊളാബറേഷൻ, ഒരുമിച്ചുള്ള കൂട്ടായിട്ടുള്ള പ്രശ്ന നിർദ്ധാരണം, അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്. ഇന്നിപ്പോ ഈ മഹത്തായിട്ടുള്ള എയും ഇതുമെല്ലാം വഴി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഡീപ്പായിട്ടുള്ള ഫേക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള മിസ്ഇൻഫർമേഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഗ്യാൻവാബി പള്ളിയിൽ പൂജ നടന്നു എന്ന് പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് നേരെ തിരിച്ച് ഗ്യാൻവാബി പള്ളിയുടെ താഴെ പിന്നെ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് അവിടെ പൂജ നടക്കണമെന്നും നിർബന്ധമായി പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള മീഡിയയും അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രശ്നം അറിഞ്ഞ് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പൗരനും കൂടി ആവണം വിദ്യാർത്ഥി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിദ്യാഭ്യാസത്തെ കാണാൻ കഴിയില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടുകൊണ്ടല്ലാതെ വിദ്യാഭ്യാസത്തെ കാണാൻ കഴിയില്ല. യഥാർത്ഥ ജീവിത പ്രശ്നം പരിഹരിക്കാനുള്ള ശേഷി ആർജിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് എഫിനിറ്റി സ്പേസ്, അതിനു വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് പുതിയ സ്കിൽസ്, അതിനു വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ഗെയിമിഫിക്കേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി. ഞാൻ ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ഗെയിമിഫിക്കേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബ്ലോക്ക് ചെയിനും അടക്കം കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് സെക്രട്ടറിയാണ്. പക്ഷെ അത് പറയുന്നതോടൊപ്പം തന്നെ നാട്ടിൽ കുട്ടി എങ്ങനെ പഠിക്കണം എന്ന് പറയുമ്പോൾ ആ കുട്ടി പഠിക്കുന്ന പ്രക്രിയ വൈജ്ഞാനിക പ്രക്രിയക്ക് സഹായകമായ രൂപത്തിൽ കുട്ടിയുടെ സഹകരണത്വം, കൊളാബറേഷൻ, ഒരുമിച്ചുള്ള പ്രവർത്തനം, ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കാനുള്ള ശേഷി, ഈ ശേഷികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു നല്ല പൗരനായിട്ട് വളരാൻ കഴിയുന്ന രൂപത്തിൽ, അല്ലാതെ മത്സര ഓട്ടത്തിൽ ഒന്നാമനായി എത്തുന്നവൻ മാത്രമല്ല, കൂടെയുള്ള കുട്ടിയോട് സഹാനുഭാവം കാണിക്കാനും സഹജീവികളോട് സഹാനുഭാവം കാണിക്കാനും കൂടിയുള്ള ആൾക്കാരായിരിക്കണം. പരീക്ഷാ കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനത്തെ സംബന്ധിച്ച് ഉമർ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ വിമർശനത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് എനിക്ക് യോജിപ്പുണ്ട്. പരീക്ഷാ കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസം വരുന്നതായും അസംബന്ധമാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള പഠന പ്രക്രിയകൾക്കകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. കുട്ടികൾ ഏറ്റവും മോശപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മധ്യവർഗത്തിലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനോടുള്ള സൊല്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ ഔട്ട്കം ബേസ്ഡ് ആവുന്നതിനൊന്നും വിരോധമൊന്നുമില്ല. പക്ഷെ ഔട്ട്കം ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ കോഗ്നിറ്റീവ് പ്രക്രിയ, ചരിത്രപരമായിട്ടുള്ള ഈ എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ള പ്രക്രിയ, അതിനകത്ത് കുട്ടികൾ തമ്മിലുള്ള പരസ്പരമുള്ള ഇടപെടൽ, ഈ കാര്യങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫ് പ്രോബ്ലം സോൾവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ ഉണ്ടാവണം പഠന പ്രക്രിയയിൽ. അതിൽ നിന്ന് വേറിട്ട് സ്കില്ലും അതിൽ നിന്ന് വേറിട്ട് വിദ്യാഭ്യാസവും കാണുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ. താങ്ക് യു സർ. ഓക്കെ മെഹർ, സോ ഇത് ഒരു പ്രാക്ടിക്കൽ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളിപ്പോൾ കുറേ പേഴ്സ്പെക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതിലുള്ള ചലഞ്ചസ് പറഞ്ഞു. ആക്ച്വലി ഇതിലുള്ള ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്ന ടീച്ചേഴ്സ് എന്നുള്ള ഒരു ഇതാണ്, ക്രൗഡാണ്. അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെ നമുക്കൊരു ഫാക്കൽറ്റീസിന് ഇതൊരു എഫക്റ്റീവായിട്ട് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? ഇപ്പോൾ മെഹർ ടിങ്കർ സ്പേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിങ്കർ സ്പേസിൽ സ്റ്റുഡൻസ് മാത്രം അല്ല മീൻസ് ഇപ്പോൾ വരുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആവുക? അതിന് ടിങ്കർ ഹബ്ബ് പോലത്തെ കമ്മ്യൂണിറ്റിക്ക് എങ്ങനെയൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? എൻ്റെ കോണ്ടാക്ട്സ് എത്ര ഭീകരമായിരിക്കും
ആവണമെന്നില്ല. കാരണം ഞങ്ങൾ കോളേജുകൾക്കുള്ളിൽ ക്ലബ്ബുകൾ തുടങ്ങുന്നതിൻ്റെ ഒരു എന്താണ് ഓൾട്ടർനേറ്റീവ് മൂവ്മെന്റ് പോലത്തെ സംഭവമായിട്ടാണ്. ഈവൻ ദോ നമുക്ക് എനിക്കൊന്ന് നമ്മളിപ്പോൾ IDs പോലത്തെ സിസ്റ്റംസും ഇഷ്ടംപോലെ സാധനങ്ങൾ ഗവൺമെന്റ് ത്രൂ നമ്മൾ ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ കണ്ടുപിടുത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ ടീച്ചേഴ്സിന് ഇഷ്ടംപോലെ പ്രയോറിറ്റി ഉണ്ട്. എനിക്കൊന്ന് എസ്പെഷ്യലി KT ഒക്കെ വന്നതിന് ശേഷം അവർക്ക് ഇരുന്ന് ആലോചിക്കാൻ, പണ്ടൊക്കെ നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ ഒരു സാറുണ്ടാവും, സാറായിരിക്കും മെയിൻ വൈബ്, ആ സാറിൻ്റെ കൂടെ ആയിരിക്കും പിള്ളേരെല്ലാവരും കൂടി വന്നിട്ട് പല സാധനങ്ങൾ ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം ടീച്ചേഴ്സിന് എത്രമാത്രം ടൈം ഉണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ടീച്ചേഴ്സ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അവരെ ലൈഫ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതും പിള്ളേർ ഒപ്റ്റിമൈസ് ചെയ്യുന്നതും രണ്ട് വഴിക്കാവാൻ സാധ്യതയുണ്ട്. എനിവേ നമ്മൾ ഭയങ്കര സ്മോൾ നമ്പർ ഓഫ് കോളേജുകളിൽ ആ ആവേശം കാണിക്കുന്ന ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അതിലെ ജനറൽ പേഴ്സണൽ വിശ്വാസം അത്ര ഭീകരമല്ല. കാരണം വെച്ചാൽ കുറച്ച് ഒഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ താല്പര്യമുള്ള ഒരുപാട് ടീച്ചേഴ്സ് കാണുമായിരിക്കും. ഇപ്പം ടിങ്കർ സ്പേസ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഞങ്ങൾക്ക് ഒരു വായനശാല ഫോർ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മേക്കേഴ്സ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. 24/7 ഓപ്പൺ ആണ്. നമ്മൾ ബസ് സ്റ്റാൻഡിലെ അല്ലെ ബസ് സ്റ്റോപ്പിലെ വായനശാലയിലേക്ക് കയറി പോയിട്ട് പുസ്തകം എടുത്ത് വായിക്കുന്ന പോലെ ഇത് കോഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും വരാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എല്ലാ ബുധനാഴ്ച വൈകുന്നേരങ്ങൾ AI റിസർച്ചോ അല്ലെങ്കിൽ അതിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ മേജർ 1-2 ആൾക്കാർ കുസാറ്റിലെ പ്രൊഫസേഴ്സാണ്. അപ്പോൾ അവരവിടെ വരാനുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും അല്ലെ പിന്നെ അവരെ പിള്ളേർക്ക് ലോകത്ത് എന്തൊക്കെ നടക്കുന്നുള്ള ഒരു എക്സ്പോഷർ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് എക്സാമ്പിൾസ് നമുക്ക് ആക്ച്വലി കാണുന്നുണ്ട്. ഞങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടായത്, ഞങ്ങൾ ഒരു സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ അവിടെ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സെഷൻ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ മെക്കാനിക്കലിൽ പഠിപ്പിക്കുന്ന ഒരു സാറായിരുന്നു. പുള്ളി M.Tech കഴിഞ്ഞു. അപ്പോൾ പുള്ളി ഈ സെഷൻ അറ്റൻഡ് ചെയ്തു. പുള്ളി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലേസ്മെന്റ് പ്രോസസ് കയറിയിട്ട് ഇപ്പോൾ IBSൽ AI പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരു സാറായി മാറി. അപ്പോൾ അങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരെ എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. ഇപ്പം MES കുറ്റിപ്പുറത്തിൽ ഉണ്ടായിരുന്ന IDC ലീഡ് ചെയ്യുന്ന സാർ ഇപ്പോൾ ആക്ച്വലി ജെൻ റോബോട്ടിക്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം പുള്ളി IDC ഭയങ്കര ഡീപ്പിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കൊന്ന് അങ്ങനെ വൈബുള്ള ടീച്ചേഴ്സ് ആക്ച്വലി. പക്ഷെ എനിക്കൊന്നത് അത് ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവർക്ക് ഒരു 10,000 പരിപാടികൾക്കിടയിൽ ഇതിന് സമയം ഉണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഞങ്ങൾ നേരെ കുറച്ചും കൂടി കുട്ടികളോട് ചോദിക്കാറ് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജൊക്കെ ഇവിടെ ഉണ്ടാവും, മാഷ്മാരും അവിടെ ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും 3 കൊല്ലം കഴിഞ്ഞാൽ എന്നാൽ കുറച്ചൊരു സീരിയസ് ക്വസ്റ്റ്യനാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചും കൂടി പിള്ളേർ നേരിട്ടാണ് ഡീൽ ചെയ്യാറ്. അതായത് നിങ്ങൾക്ക് പഠിക്കണം കുറച്ച് ആഗ്രഹമുണ്ട്, 3 വർഷം കഴിഞ്ഞാൽ ഒരു ഇന്റേൺഷിപ്പോ നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ നിന്നുള്ള ടെക്നോളജി ഒക്കെ പഠിച്ച് നല്ല കമ്പനിയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വില്ലിംഗ് ആണ്, പ്രൊവൈഡഡ് നിങ്ങൾ നിങ്ങളുടെ സാർ പറഞ്ഞതിന് ബാക്കിയായിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും കൂടി സഹായിക്കാൻ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങളെ പഠിത്തം അല്ലെ നിങ്ങൾ രക്ഷപ്പെടുന്നത് നമുക്ക് ഉറപ്പുവരുത്താം എന്നുള്ളതൊരു ഭയങ്കര സാധ്യതയാണ്. എനിക്കൊന്ന് ബാക്കി എല്ലാവരും പറയും. കാരണം കൊള്ളാവുന്ന സ്റ്റാർട്ടപ്പ് ഓടിക്കുന്നവർക്ക് എപ്പോഴും ഞാൻ പറയാം നല്ല ബന്ധമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല ആൾക്കാരെ കിട്ടാനില്ല. ഹാൻഡ്സ് ഓൺ ലേണിംഗ് ഉള്ള പുതിയ ടെക്നോളജി സ്വന്തം പഠിക്കാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടാനില്ല. അപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മേ ബി സിസ്റ്റം അത് കുറച്ചൊരു സിസ്റ്റമാറ്റിക് പ്രശ്നമായിട്ട്. പക്ഷെ അത് ബിയോണ്ട് ആ ടിങ്കറിങ് മൈൻഡുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നത് എവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യും. അങ്ങനെ ടീച്ചേഴ്സിന് കിട്ടിയാൽ പിള്ളേരെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇതിൽ വേറൊരു പേഴ്സ്പെക്റ്റീവ് തന്നെ എനിക്ക് ഉമ്മറിൻ്റെ മീൻസ് അറിയേണ്ടത് ആക്ച്വലി ടീച്ചേഴ്സ് അല്ലെങ്കിൽ മീൻസ് ആ ഇൻ്റർഫേസ് എന്നുള്ള ആളുകൾ എത്രത്തോളം ടെക്നോളജി അഡോപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് മുന്നോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിലുള്ള ഒരു മേജർ ചാലഞ്ചസ് എന്താണ് ഉമ്മറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ വരുന്നത്? ഓക്കെ, ഞാൻ ലാസ്റ്റ് തവണ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ എനിക്ക് ചില ഭാഗങ്ങൾ മിസ് ഔട്ടായി പോയിട്ടുണ്ട് തോന്നുന്നു. അതാണ് സാറിന് ചില സംശയങ്ങൾ വരാനുണ്ടായ കാരണം. ഞാൻ സാർ പറഞ്ഞ ആശയങ്ങളോട് 100% യോജിക്കുന്നുണ്ട്. ഞാനതിൽ പൂർത്തിയാവാണ്ട് പോയ കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കാം. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഞാൻ നോർമൽ സ്കൂളിലെ കരിക്കുലത്തിൽ ഇപ്പോൾ കവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ആൾട്ടർനേറ്റീവ് വഴികൾ ഉപയോഗിച്ചാൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ആ സോഷ്യൽ ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ സ്പേസ് എന്നുള്ള രീതിയിൽ സ്കൂൾ വർത്തിക്കുന്നത് വി ഹാവ് ടു റീഡിഫൈൻ ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരു റീതിങ്കിങ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചത്. മറ്റൊരു കാര്യം, ദോസ് ഹു ക്യാൻ അഫോർഡ് അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ AK-47 കൊണ്ടുവരുന്ന ഒരാളുടെ അടുത്തേക്ക് നമ്മൾ വാളും കൊണ്ട് യുദ്ധത്തിന് പോയാൽ ദാറ്റ് വോണ്ട് ബി സഫിഷ്യൻറ്റ്. ഇത് ഏത് പേഴ്സ്പെക്റ്റീവിലാന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികളുടെ ഭയങ്കരമായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു പീരിയഡിൽ നമ്മളിപ്പോൾ കറണ്ട് സിസ്റ്റത്തിൽ പോകുമ്പോൾ കുട്ടി ഡ്രാഗ് ഡൗൺ ആണ്, അല്ലെങ്കിൽ കുട്ടി സ്ലോ ഡൗൺ ആണ്. അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ
അവരെ ഒരു അൾട്ടർനേറ്റ് എക്സ്പീരിയൻസിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ മൈറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ബെറ്റർ സിസ്റ്റത്തിലേക്കോ കൊണ്ടുപോയാൽ ഇത് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്ലാസ് ഡിവൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് കണ്ട ക്ലാസ് ഡിവൈഡിൻ്റെയൊക്കെ എത്രയോ മുകളിൽ പോയി നിൽക്കും എന്നുള്ള ഒരു ഭാഗമുണ്ട്. ഞാൻ അതിനെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതായത് പേഴ്സണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ആ സ്പേസിൽ ദോസ് ഹു ക്യാൻ അഫോർഡ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന മാറ്റം, അതാണ് അതിൽ ഒരു പറഞ്ഞു വെച്ചത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭാഗമുണ്ട്. അവിടെ ഈ ടെക്നോളജികളുടെയൊക്കെ കോസ്റ്റ് വളരെ താഴേക്ക് വരുന്ന സമയത്ത്, എഗെയിൻ ഞാൻ പറയുന്നത് കറണ്ട് അക്കാഡമിക്സിനെ കുറിച്ചാണ്. അക്കാഡമിക്സിൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് ഇപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ വലിയ രീതിയിൽ കുറയ്ക്കാനോ സാധിക്കും. ഈ ചലഞ്ചുകൾ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ചലഞ്ച് ആക്ച്വലി. ഇത് ഇപ്പം നമുക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ചലഞ്ചുകൾ ഇതാണ്. പേഴ്സണലൈസേഷൻ്റെ സ്കോപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഇനി അധ്യാപകരുടെ ഇപ്പോൾ അധ്യാപകർ എത്രമാത്രം അഡാപ്റ്റഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റൊക്കെ നേരിടുന്ന ഒരു വലിയ ചലഞ്ച് ഉണ്ടാകുക, ഒരു 20s എൻ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, 50s എക്സിറ്റ് കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ഒരു വലിയ ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്തിട്ട് പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹ്യൂമങ്കസ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും. അതിൽ തന്നെ ചില അധ്യാപകർ 50കളാണെങ്കിലും ഭയങ്കര മനസ്സിന് ചെറുപ്പമുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ 20കളിൽ തന്നെ വയസ്സായി പോയ ആൾക്കാരുണ്ടാവും. അതായത് ജോലി കിട്ടിയിട്ട് വേണ്ട റെസ്റ്റ് എടുക്കാനും തീരുമാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് അപ്ഡേറ്റ് ചെയ്യാൻ മടിക്കുന്നവർ. അപ്പോൾ ഈ കാലത്തിനൊത്ത് മാറേണ്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാറുക എന്ന് പറയുന്നത് പുതിയ കോലം കിട്ടുക എന്നുള്ളതല്ല, അതായത് പുതിയ മാറ്റങ്ങളെ കൂടെ അറിഞ്ഞിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ മുൻപിൽ ഇപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇത് നല്ലതിനാണോ ചീത്തതിനാണോ എന്നുള്ളത് എഗെയിൻ ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന ഒരു ഭാഗമാണ്. ഞാൻ പറയുന്നത് കുട്ടികളുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻ എക്സ്പോഷർ ഭയങ്കര ഹൈ ആണ്. അവരുടെ വിരൽ തുമ്പിൽ ഇന്ന് എന്തും ലഭ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ടെസ്റ്റിംഗ് സംവിധാനം വഴി കുട്ടികളുടെ അറിവിനെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ത് സംവിധാനവും ഫെയിലിയർ ആണ്. ബിക്കോസ് ഓഫ് ഈ ഇപ്പോൾ ജെൻഎഐ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അതിപ്പോൾ ടീച്ചർ ഇത് ഒരു ഇപ്പോൾ ChatGPT ഇട്ട് ഉണ്ടാക്കിയതാണോ എന്ന് അറിയുന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ കുട്ടി വേറൊരു ടൂൾ ഉപയോഗിച്ച് അതിനെ റീറൈറ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ എനിക്കൊന്നും കുട്ടികളുടെ അത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടാകില്ല. അപ്പോൾ കാരണം വലിയ വലിയ ആൾക്കാരാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലേണിംഗ് ഒരു പക്ഷേ കുറയും, അല്ലെങ്കിൽ നമ്മൾ ആ അത്ര എക്സ്പെരിമെൻറ്റേഷൻ നിൽക്കില്ല. കുട്ടികൾക്ക് അവരെ ലൈഫേ എക്സ്പെരിമെൻറ്റേഷൻ ആണല്ലോ. അപ്പോൾ അവർ ആ ടോട്ടലി അതിനോട് ഭയങ്കര അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ അത് ടീച്ചിങ് കമ്മ്യൂണിറ്റി അത്ര റെസ്പോണ്ടിങ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്. അല്ലെങ്കിൽ അവർക്ക് അറിയാം എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്, പക്ഷെ അവർ അത്ര ഫാസ്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ AI ടൂളുകളുടെ ഉപയോഗത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ AI ടൂളുകൾ ഒരു ഭാഗത്ത്, ജെൻഎഐയോ അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ടൂളുകൾ ഒരു ഭാഗത്ത്, നമുക്ക് എക്സ്പെരിമെൻ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിജിറ്റൽ ഫെസിലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പുതിയ കാലത്തെ ഞാൻ അഗെയിൻ പറയുന്നത് പുതിയ റിയാലിറ്റിയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, എനിക്ക് ഉണ്ണി സാർ എല്ലാ വിഷയത്തിൽ ഒരുപാട് ഡീപ്പായിട്ട് പറയുന്ന ആളാണ്. ആ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉയർത്തുന്ന പുതിയ ചലഞ്ചുകൾക്ക് നമ്മുടെ അധ്യാപകർ എത്രമാത്രം അഡാപ്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അപ്ഗ്രേഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അതിലെ ചലഞ്ചസ് എന്താണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ ചലഞ്ച് ഉണ്ട്. ഇപ്പോൾ എനിക്ക് അറിയുന്ന ഒരു അധ്യാപകനുണ്ട്, എൻ്റെ ഒരു റിലേറ്റീവാണ്. പുള്ളി പറഞ്ഞത് പുള്ളിക്ക് റിട്ടയർ ചെയ്യാൻ അന്ന് 2 വർഷം കൂടെ ഉള്ളു. അപ്പോൾ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ പുള്ളി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല, ഒരു വളരെ ബേസിക് ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കാലം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്ന പറഞ്ഞത്. അതായത് ഞാനിതൊന്നും പഠിക്കണമെന്ന് ഞാനിതൊന്നും ഉപയോഗിക്കണമെന്നില്ല, എൻ്റെ കാലം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്ന പറഞ്ഞത്. കോവിഡ് വന്നപ്പോൾ ഹി വാസ് കമ്പൽഡ് ടു യൂസ് ഇറ്റ്. ഞാൻ ചോദിക്കുക, കോവിഡിന് മുൻപ് കുട്ടികൾക്ക് ഫോൺ നിഷിദ്ധമാണ്, നമ്മുടെ ഒരു കൺസെപ്റ്റിൽ ഫോൺ നിഷിദ്ധമാണ്. ജസ്റ്റ് കോവിഡിന് മുന്നുള്ള ഒരു സിനാരിയോ പറയുകയാണെ, ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു ഡിജിറ്റൽ ടെക്നോളജീസൊക്കെ നന്നായിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ആഴ്ചയിൽ നമ്മൾ കുറച്ച് ദിവസം ഫിസിക്കൽ നോർമൽ ക്ലാസ് തന്നെ, പിന്നെ അക്കാഡമിക്സിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ദിവസം ഓൺലൈൻ ക്ലാസ്. ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ സൂമിൻ്റെയോ ഗൂഗിൾ മീറ്റിൻ്റെയോ ലിമിറ്റേഷൻസ് ഒന്നും ചിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻസിൻ്റെ സ്പീഡ് കുറവാണ് അതൊന്നും ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് നല്ല ബാൻഡ് വിഡ്ത്തുള്ള നല്ല ഒരു ഇൻ്റർനെറ്റും അതിനനുസരിച്ചുള്ള ഡിജിറ്റൽ ഫെസിലിറ്റികളും ഉള്ള സ്ഥലത്ത് നിന്ന് തിങ്ക് ചെയ്യാം. നമ്മൾ എത്ര പേര് അത് അഡാപ്റ്റ് ചെയ്യും? ഗവൺമെൻറ്റിനെതിരെ സമരം വരും. എന്താണെന്ന് വെച്ചാൽ അത് കാലത്തിനനുസരിച്ച് മാറുന്നില്ല. സ്കൂളിങ്ങിനെ കൊല്ലുന്ന ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ ആർക്കും ഈ മാറ്റം വേണ്ടി വരില്ല. പക്ഷേ കോവിഡ് നിർബന്ധിച്ച് നമ്മൾ ആ വേഷം നമ്മളെ കെട്ടിച്ചു. ഫോൺ ഉണ്ടെങ്കിലേ ക്ലാസ്സിൽ കയറാൻ പറ്റും എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. ഞാൻ ആ പറഞ്ഞ അധ്യാപകന് വരെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി, സൂമിൽ ക്ലാസ് എടുക്കാൻ പഠിച്ചു. പക്ഷെ അതൊരു നിർബന്ധിത സാഹചര്യം വന്നപ്പോഴാണ്. അപ്പോൾ ഈ
കോവിഡ് ഉണ്ടാക്കിയ നിർബന്ധിത സാഹചര്യത്തെക്കാളും എത്രയോ വലിയ നിർബന്ധിത സാഹചര്യം ഇന്ന് AI ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു സൈലന്റ് കില്ലറാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പല വാല്യൂ സിസ്റ്റംസിനെയും നമ്മുടെ സിസ്റ്റംസിനെയൊക്കെ മറികടക്കാനോ, അല്ലെങ്കിൽ സർ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, അതായത് പക്വത എത്താത്ത ആളുകളിലേക്ക് ഈ വലിയ ഇൻഫോർമേഷൻ്റെ ആക്സസ് വരുമ്പോൾ അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വലിയ ചലഞ്ചാണ്. അപ്പോൾ ഡീപ്പ് ഫേക്കുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഭാഗത്ത് ഇന്ന് നമ്മളത് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിറകിൽ ചിലപ്പോൾ ടീനേജേഴ്സ് ആയിരിക്കും. അവർക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വൈഫ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് ഇപ്പോഴും സ്ത്രീകളോട് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാനാ പറയുക, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുക, അല്ലാതെ ആണുങ്ങളെ കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിലല്ല എന്ന് പറയും, ജനറൽ പ്രോബ്ലംസ് പെർസ്പെക്റ്റീവിൽ. അപ്പം ഞാൻ അവളോട് പറഞ്ഞ ഒരു, ഇത് എത്രമാത്രം ലോജിക്കലാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പരമാവധി പ്രായമുള്ള ആളാണെങ്കിലും അയാൾക്കൊരു 100 കൊല്ലത്തെ ആയുസൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അയാൾക്കൊരു 100 കൊല്ലത്തെ എവല്യൂഷൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ നാട്ടിൽ കൾച്ചറലി സ്പീക്കിംഗ് 1000 വർഷം മുന്നേ ജീവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഈക്വലായിട്ട് കാണാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 500 വർഷം മുന്നേ ജീവിക്കുന്നവരുണ്ട്. അവിടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ഈക്വലി ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാരല്ല. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം തന്നെയുണ്ട്. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ച സമയത്ത് എൻ്റെ ഒരു മാഷം കണ്ട് ചോദിച്ച ചോദ്യമാണ്, അതായത് വാട്ട് ഇഫ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരല്ല നമ്മളോട് ഈ ഇവിടെ ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ നമ്മളെ കീഴടക്കിയിരുന്നത് എന്ന് വെക്കുക, തിങ് ലൈക്ക് ഹിറ്റ്ലർ. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ നോൺ വയലൻസ് സമരങ്ങൾ വിജയിക്കുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. എന്ന് വെച്ചാൽ ആളുകൾ പല ലെവൽ ഓഫ് എവല്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള ഹൈ പൊട്ടൻഷ്യലുള്ള ടെക്നോളജികൾ വരുമ്പോൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ചർച്ചകൾ ഉണ്ടാവേണ്ടുന്ന ഒരു കാലമാണ്. ഇതിന്റെ വേഗത ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതിന്റെ സാധ്യതകളുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ ഒരു സൈഡും കൂടെ പൂർത്തിയാക്കിയെന്നേ ഉള്ളൂ. Okay, thank you Umar. So I know this discussion will go on and on. പക്ഷേ ഞാൻ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ഉണ്ണി സാറോട് ചോദിച്ചിട്ട് നമ്മൾ I'm opening 1 or 2 questions Q&A to interact with the audience. എനിക്ക് ഉണ്ണി സാറോട് ഫൈനലായിട്ട് ചോദിക്കാനുള്ളത്, നമുക്ക് കുറേ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട്, അഡൽട്ട് ടിങ്കറിങ് ലാബ്സ് ഉണ്ട്, അതുപോലെ ഫാബ് ലാബ്സ് വരുന്നുണ്ട്, മേക്കർ സ്പേസുകളുണ്ട്. ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറുകളുടെ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബാരിയർ ഈ ഒരു ഹാൻഡ്സ് ഓൺ ലേണിങ്ങിലോട്ട് ഫുള്ളായിട്ട് കടന്നു വരാനുള്ള ബാരിയർ എന്താ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താന്നുള്ളതൊന്ന് സാർ ഒരു പെർസ്പെക്റ്റീവ് കേട്ടിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഉമർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ലോകത്തുടനീളം 4ാം വ്യാവസായിക വിപ്ലവം വരുന്നതിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന വലിയ അന്തരമുണ്ട്. വികസിത രാജ്യങ്ങളും പോലെ തന്നെ പണ്ട് കാലത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുണ്ടായിരുന്ന അന്തരം പോലെ തന്നെ അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിലുള്ള ഒരു അന്തരത്തിലേക്കാണ് ലോകം മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു വലിയ ചലഞ്ചുണ്ട്. പുതിയ കുട്ടികളിൽ സാധാരണക്കാരായ കുട്ടികൾ മുതൽ ധനാഢ്യരായിട്ടുള്ള കുട്ടികൾക്ക് മുമ്പിലെല്ലാം ഉയർന്നു വരുന്ന ഒരു വലിയ സാധ്യത ഈ പുത്തൻ സാങ്കേതിക വിദ്യകൾ സ്വാംശീകരിക്കുക, അത് എങ്ങനെ സ്വായത്തമായി പ്രയോഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പം 4ാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു വശത്ത് വിവര സംവേദന സാങ്കേതിക വിദ്യാരംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റമാണെങ്കിൽ, വേറൊരു വശത്ത് പദാർത്ഥ വിജ്ഞാനീയത്തിൽ ഗ്രാഫീൻ അടക്കമുള്ള പുത്തൻ പദാർത്ഥങ്ങളുടെ വലിയ തോതിലുള്ള നാനോ മെറ്റീരിയൽസിൻ്റെ വലിയ തോതിലുള്ള മാറ്റമാണ്. മൂന്നാമത് ജീവശാസ്ത്രത്തിൻ്റെയും ജീനോം സീക്വൻസിങ്ങിൻ്റെയും ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെയും ഭാഗമായി മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെ എല്ലാം ക്രോമസോമിലടങ്ങുന്ന ജീനിൻ്റെ ജനിതക വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപഗ്രഥിച്ചുകൊണ്ട് രോഗങ്ങളും അതുപോലെ തന്നെ ഉൽപാദന പ്രക്രിയകളുമാകെ മാറ്റാനും, ഉൽപാദന പ്രക്രിയ തന്നെ ഇന്നുള്ള രാസപ്രധാനമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് പകരം ജൈവ നിബദ്ധമായിട്ടുള്ള പുത്തൻ വ്യവസായങ്ങൾ, സിന്തറ്റിക് ബയോളജിയുടെയും ഒക്കെ രൂപത്തിലുള്ള വ്യവസായങ്ങളെ സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു വലിയ ലോകം
ലോകം, വിജ്ഞാനത്തിൻ്റെ ഒരു പുതിയ ലോകം ഉയർന്നു വരികയാണ്. ഈ ചക്രവാളത്തിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടത് പ്രധാനമാണ്. ഞാൻ നേരത്തെ ഉമറിനെ സംബന്ധിച്ച് പറഞ്ഞ വിമർശനം ഒരിക്കലും സാങ്കേതിക വിദ്യയുടെ, അദ്ദേഹം മുന്നോട്ട് വെച്ച ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനകത്തെ പ്രക്രിയയുടെ സാധ്യതകൾ ഇല്ല എന്ന് കാണിക്കാനേ അല്ല. നിശ്ചയമായിട്ടും ഇത്തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ ഉറപ്പായും ഉപയോഗിക്കണം. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കടക്കം ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ അറിവ് ആർജിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവണം. അത് പ്രയോഗിക്കാനായി, ടിങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് ഉപയോഗിക്കാനായിട്ട്, കൈകൊണ്ട് പിന്നെ നമുക്ക് ഉപയോഗിച്ചു നോക്കി, അത് പ്രയോഗിച്ചു നോക്കി നമുക്ക് പഠിക്കാനും അറിവ് സ്വായത്തമാക്കാനും അനുഭവിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയണം. അതിന് വളരെ പ്രധാനമാണ് അതിൽ ടിങ്കറിംഗ് ലാബും അതുപോലെ തന്നെ ഫാബ് ലാബുകളും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനമാണ്. നിർഭാഗ്യവശാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ചട്ടക്കൂട്, ക്ലാസ് മുറിയിലെ ചട്ടക്കൂട്, സിലബസിന്റെ ചട്ടക്കൂട്, പഠന പ്രക്രിയയുടെ ചട്ടക്കൂട്, ക്ലാസ് മുറിയിൽ അധ്യാപകൻ വന്ന് പ്രസംഗിക്കുകയും എഴുതുകയും അവിടെ നിന്ന് കുറിച്ചെടുക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾ, നേരത്തെ പിന്നെ മെഹർ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഇൻഫിനിറ്റി സ്പേസുകളും കുട്ടികൾ പരസ്പരം ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഇന്ററാക്ഷന് വേണ്ടി ഉമർ സൂചിപ്പിച്ച പോലുള്ള മാതൃകകളും ഉയർന്നു വരണം. അത്തരത്തിലുള്ള മാതൃകകൾ കേവലമായിട്ടുള്ള ആശയതലത്തിലുള്ള അന്വേഷണങ്ങൾ മാത്രമല്ല, പ്രയോഗത്തിന്റെ ചുറ്റോടുമുള്ള ജീവിതഗന്ധിയായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അത് നേരെ അടുത്ത് കിടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രശ്നമാണെങ്കിലും, പിന്നെ ഒരാളുടെ ഉൽപാദനക്ഷമത കുറവിന്റെ ഭാഗമായി അവിടെ ഉണ്ടാകുന്ന ദാരിദ്ര്യത്തിന്റെ പ്രശ്നമാണെങ്കിലും, വിഭവങ്ങളുടെ ലഭ്യത ഇല്ലാത്തൊരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദാരിദ്ര്യമാണെങ്കിലും, അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വ്യത്യസ്തമായി പരിശോധിക്കാനും അതിന് പുതിയ മാർഗങ്ങൾ കാണാനും പുതിയ ലോക സൃഷ്ടിക്കും, പുതിയ മാനവികതയുടെ സൃഷ്ടിക്കും, പുതിയ കൂട്ടായ്മയുടെ സൃഷ്ടിക്കും എല്ലാം സഹായകരമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഏകോപനമായി ഇത്തരത്തിലുള്ള പിന്നെ അതൽ ടിങ്കറിംഗ് ലാബുകളും എല്ലാം മാറണം. അതിനകത്ത് നെഹ്റു സൂചിപ്പിച്ച, നിർഭാഗ്യവശാൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയേണ്ട അധ്യാപകനാണ്. ഞാൻ 84-ൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ കേരളത്തിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകനായിട്ട് ജോലി നോക്കി. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികളെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി പഠിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. അവിടെ എൻ്റെ പഠന പ്രക്രിയ, എൻ്റെ പരിശീലന പ്രക്രിയ പരിശോധിക്കാനായിട്ട് എന്നേക്കാൾ 15 വയസ്സ് താഴെയുള്ള ഒരു പ്രൊഫസർ ഞാൻ പറയുന്ന കാര്യത്തിൽ പശുക്കളുണ്ടോ എന്ന് പരിശോധിക്കാനുണ്ടായിരുന്നു. എൻ്റെ 25 വയസ്സ് താഴെയുള്ള എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികൾ എൻ്റെ പരിശീലന പ്രക്രിയ ശരിയാണോ അല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് അവകാശമുണ്ടായിരുന്നു. ഞാൻ പഠിച്ച് ഓരോ പിന്നെ സെമസ്റ്ററിനും വേണ്ടിയിട്ടുള്ള എൻ്റെ പഠന പ്രക്രിയയുടെ ഭാഗമായി എൻ്റെ ബാച്ചിനകത്തുള്ള ഓരോ കുട്ടിക്കും പ്രത്യേകമായിട്ട് അസൈൻമെന്റ് കൊടുത്തുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കാൻ ചെയ്തുകൊണ്ട് തന്നെ അവര് പിന്നെ 100% പ്ലേസ്മെന്റ് ഉള്ള ബാച്ചിലെ കുട്ടികൾ അവർ ഇന്റർവ്യൂ കഴിഞ്ഞ് പറയും, സാറ് തന്ന കേസ് സ്റ്റഡി എനിക്ക് പിന്നെ ക്യാമ്പസ് ഇന്റർവ്യൂവിന് സഹായകമായി എന്ന് തിരിച്ചു വന്ന് പറയുന്ന അനുഭവം അതിനകത്തുണ്ടായി. അപ്പോൾ പ്രയോഗം പ്രധാനമാണ്, അധ്യാപകൻ പ്രധാനമാണ്, അധ്യാപകൻ മാറണം, നിലവിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയക്കകത്തുള്ള പരിമിതികൾ മാറണം, പുത്തൻ സാങ്കേതിക വിദ്യ വിപുലമായി ഉപയോഗിക്കണം. പക്ഷേ അതിനെല്ലാം ഏറ്റവും കേന്ദ്രമായിട്ടുണ്ടാകേണ്ടത് മനുഷ്യനാണ്, കുട്ടിയാണ്, കുട്ടികളുടെ കൂട്ടായ്മയാവണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വണ്ടർഫുൾ പെർസ്പെക്റ്റീവ്. അപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എല്ലാവരും അവരവരുടെ ജേണിയിലൂടെ പോയി പല പല പേഴ്സ്പെക്റ്റീവുകൾ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ അവസാനം എത്തിച്ചേർന്നത് ഒരു കോമൺ എന്താ പറയുക, ഒരു കോമൺ സിനാരിയോയിലാണ്. എന്താ പറയുക, ഇമ്പാക്ട് ഓഫ് പേഴ്സണൈസ്ഡ് ലേണിംഗ്, കസ്റ്റമൈസ്ഡ് ലേണിംഗ്. അതായത് ഒരു ആൾക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ പറ്റാവുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഇൻഫ്ലുവൻസ്, ഹാൻഡ്സ് ഓൺ ലേണിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. അപ്പോൾ we have proved that different perspectives joined together to a common cause, right? So thank you so much, and I appreciate your valuable time. Before wrapping up, I would like to take 1 or 2 questions from audience, and we can wrap the session. Any questions from audience?
Due to limitation of time, I think we can take maximum of 2 or 3 questions. Thank you. സർ, എൻ്റെ പേര് അനൂപ്. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ അരിസ്റ്റ എന്ന് പറഞ്ഞൊരു ഫേമോട് റൺ ചെയ്യുന്നുണ്ട്. ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് AI-യുടെ സഹായത്തോടെ നമുക്ക് എന്തെങ്കിലും ട്രെയിൻ ചെയ്യാൻ പോസിബിൾ ആണോ, എങ്ങനെയുണ്ടെങ്കിൽ അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ? പഠന വൈകല്യം ഉള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. So before starting that, like we had a discussion just before, getting onto the stage, and this resonates to your question. So I think Unni sir can, AI എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് കണിശമായിട്ട് ധാരണയില്ല. പക്ഷേ പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസുള്ള കുട്ടികളുടെ ശേഷികളുടെ പരിശോധനയെ സംബന്ധിച്ച് സവിസ്തരമായിട്ടുള്ള ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ പറയാം. ഞങ്ങൾ KDISC നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. അത് പലരും കേട്ട് കാണും. പക്ഷെ അതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഇന്നവേഷൻ ഫോർ യൂത്ത് വിത്ത് ഡിസബിലിറ്റി. ലോകത്താദ്യമായി പിന്നെ വൈകല്യമുള്ള കുട്ടികൾക്ക് അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി, അവർക്ക് പുത്തനാശയ രൂപീകരണത്തിന് വേണ്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വൈജ്ഞാനിക ശേഷി, അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശേഷികൾ കാണിക്കുന്നതിന് വേണ്ടി ഒരു പരിപാടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങും കേരള ഡെവലപ്മെന്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലും കൂടി നടത്തുന്നുണ്ട്. അതിനകത്ത് കഴിഞ്ഞ കൊല്ലം അതിനകത്ത് മിടുക്കനായിട്ടുള്ള കണ്ണു കാണാത്ത ഒരു കുട്ടി, അവർക്ക് ഒരു കോർപ്പറേറ്റിൽ ജോലി കിട്ടി. അവിടുത്തെ ആക്സസിബിലിറ്റി എംബാസഡറായിട്ട് അതിനകത്തെ ഒരു കുട്ടിക്ക് ജോലി കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ അവരെ മാറ്റി നിർത്തി അവരൊന്നിനും കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ കോഗ്നിറ്റീവ് പ്രക്രിയ, കോഗ്നിറ്റീവ് പ്രോസസ്സിന് സഹായകരമായിട്ട് രൂപത്തിലുള്ള പ്രക്രിയകൾ എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ പുഴക്കാട്ടിരി അതിനുവേണ്ടി ഇപ്പോൾ ഉള്ള ബഡ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇടപെടൽ പുഴക്കാട്ടിരി പഞ്ചായത്തിൽ നടത്തുന്നതിന് വേണ്ടി വൺ ലോക്കൽ ഗവൺമെന്റ് വൺ ഐഡിയ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് രണ്ടാമതൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനം റോബിൻ ടോമി എന്ന് പറയുന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസിനകത്തുള്ള ഞങ്ങളുടെയൊക്കെ സുഹൃത്ത്, ഇപ്പം അദ്ദേഹം KDISC ഞങ്ങളുടെ സോഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാമിന്റെ ചുമതലക്കാരനായി അതിൻ്റെ മേധാവിയായിട്ട് ഉടനെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ നടത്തുന്ന സ്പാസ്റ്റിക് കുട്ടികളും അതുപോലെ തന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്കും വേണ്ടി പുത്തൻ സാങ്കേതികവിദ്യകളുടെ സാധ്യതകളടക്കം ഉപയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രക്രിയ നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഒട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇന്നിപ്പോൾ മോർ ഓർ ലെസ് വെരി ക്ലിയർലി നമ്മൾ സാധാരണഗതിയിൽ ഒട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ വൈകല്യം എന്ന് പറയുന്നത് ജനറ്റിക് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നല്ലൊരു പങ്ക് ആ സ്കൂളിനെ സംബന്ധിച്ച് വളരെ കോൺക്രീറ്റ് ആയിട്ട് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് എന്താണ് കണിശമായിട്ട് ഓട്ടിസത്തിൻ്റെ അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ടൈപ്പ് ഇന്ററാക്റ്റീവ് സിൻഡ്രോമിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് കണിശമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയും ഇന്നിപ്പോൾ അതിനകത്ത് ജനറ്റിക് ഫാക്ടേഴ്സിനേക്കാൾ അതിനകത്ത് കൂടുതൽ പ്രാധാന്യം പ്രഗ്നൻസി സമയത്ത് കുട്ടികളിലേക്ക് കുഞ്ഞിലേക്ക് അമ്മയുടെ ശരീരത്തിലൂടെ എത്തുന്ന മെഡിക്കേഷൻസും അതുപോലെ തന്നെ ഉള്ള അമ്മയുടെ ശരീരത്തിൽ കടന്നിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണെന്നും ഗട്ട് ബ്രെയിൻ ആക്സസുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രാക്ഷൻസിനകത്തുള്ള പ്രോബ്ലംസ് അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണെന്നും അതുകൊണ്ട് തന്നെ ബ്രെയിനിലെ ന്യൂറോണുകളുടെ വയറിംഗ് അല്ല, നേരെ മറിച്ച് സെറിബ്രലായിട്ടുള്ള അതിൻ്റെ പ്ലാസ്റ്റിസിറ്റിയും അതുപോലെ തന്നെ ന്യൂറോണുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനകത്തുള്ള പ്രോബ്ലംസ് ആണ് എന്നും അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ തെറാപ്യൂട്ടിക്കലായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. കുട്ടികളുമായിട്ട് നിരന്തരമായി അവർക്ക് അവരുടെ ശേഷികൾ ഉപയോഗിക്കാനും ഉപയോഗിക്കാനും അത് സ്വാംശീകരിക്കാനും കഴിയുന്ന രൂപത്തിൽ ഉള്ള അന്തരീക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ കുട്ടികൾ പരസ്പരം പ്രതിപ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ അതിന് കഴിയുന്ന രൂപത്തിൽ അമ്മമാരും അതുപോലെ തന്നെ ചുറ്റോടുമുള്ള ആൾക്കാരും കുട്ടിക്ക് കൈത്താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ശേഷി മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള സാധ്യതകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ലോകത്തുടനീളം വളരെ വിശദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് എത്രമാത്രം ആ മേഖലയിൽ മുന്നേറ്റം വന്നിട്ടുണ്ട് എന്നുള്ള ഈ അടുത്ത കാലത്ത്
വായിക്കാറുണ്ട്. ഞാൻ ഈ പ്രബന്ധങ്ങൾ കുറച്ച് വളരെ താല്പര്യത്തോടു കൂടി വായിക്കാറുള്ളതാണ്. ഈ പ്രത്യേക മേഖലയിൽ അതിനകത്തുള്ള ഇടപെടലിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് ഒമറിന് അതിനകത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന് എനിക്കറിയാം. എനിക്ക് അത്ര ധാരണയുള്ള ഒരു മേഖലയല്ല. എനിക്ക് സാറ് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുതിയ അറിവായിരുന്നു. ഞാനത് സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. AI അല്ലെങ്കിൽ അത്തരം ഏത് ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരുപാട് ഇൻക്ലൂസീവ് ആകാൻ കഴിയും. ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ അഡ്രസ്സ് ചെയ്യാത്ത, ഞാൻ ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ജനറൽ ഡിസബിലിറ്റി ഏരിയയിൽ ഇപ്പോൾ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പല ആക്ഷൻസും ഒരു പക്ഷേ ഡീകോഡ് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് പ്രോപ്പറായിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല. സ്ഥിരമായിട്ട് അവരോട് ഇടപഴകുന്ന ആൾക്കാർക്ക് ഇത് ഈസി ആയിരിക്കും, പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് അത് പ്രയാസമായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. സ്റ്റിൽ അവരുടെ എല്ലാ മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനൊക്കെ പ്രയാസമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നല്ല പാറ്റേൺ റെക്കഗ്നിഷൻ ടൂളുകൾ AI ഉപയോഗിച്ചിട്ടൊക്കെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവരുടെ നീഡ്സ് അഡ്രസ്സ് ചെയ്യാനൊക്കെ അതുവഴി കഴിയും എന്നൊക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ സ്പേസിൽ എഡ്യൂക്കേഷനിൽ അത് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് ഡീപ്പായിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കത് അത്ര നല്ലൊരു മറുപടി. ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, ഈ ചെറിയ ഈ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 വയസ്സിനപ്പുറത്ത് ഈ പിന്നെ മസ്തിഷ്കത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ അത് ഫണ്ടമെൻ്റലായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അമ്മമാർക്കും വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കുമുള്ള പരിശീലനം കൊടുക്കുന്ന പ്രക്രിയയിൽ AI ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ എവിഡൻ്റാണ്. അതിന് പറ്റുന്ന രൂപത്തിലുള്ള ടൂൾസ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ എവിഡൻ്റാണ്, യാതൊരു സംശയമില്ല. അതിന് കേസ് സ്റ്റഡീസും ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എങ്ങനെ. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഈ വിവാഹപ്രായമൊക്കെ കുറയും, പണ്ട് കാലത്തുള്ള ഒരു പിന്നെ കോമ്പസിറ്റ് ഫാമിലിയുടെ സിറ്റുവേഷൻ വിട്ട് ആണും പെണ്ണും ഒറ്റക്ക് ന്യൂക്ലിയർ ഫാമിലിയിൽ താമസിക്കുന്ന ഒരവസ്ഥയിൽ ഈ എന്തെങ്കിലും ചെറിയ വൈകല്യങ്ങളുള്ള കുട്ടികളാണോ എന്നുള്ളതൊക്കെ തന്നെ ലേറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏർലിയറായിട്ട് ഇപ്പോൾ ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്കപ്പൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും പലപ്പോഴും ആ ഒരു തെറാപ്പിക് ഇൻ്റർവെൻഷൻസ് നമുക്ക് ഏർലി ആയിട്ട് നടത്താൻ പറ്റുന്നില്ല. ഏർലി ആയിട്ട് നടത്താനായിട്ട് പല ആൾക്കാർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കും AI അടക്കമുള്ള ടൂൾസ് വളരെ പ്രധാനമാണ്. അതിനകത്ത് ആ സാധ്യതയുണ്ട്. നിശ്ചയമായിട്ടും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ അന്വേഷണം തുടരണം. അത് വലിയൊരു കാര്യമാണ്. നാട്ടിൽ ഇന്നിപ്പോൾ 60 പേരിൽ ഒരു കുഞ്ഞ് എന്നുള്ള രൂപത്തിൽ നമ്മൾ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മൾ കാണാതിരിക്കുന്ന ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കേരളത്തിലെ ഒരു സാമൂഹിക പ്രശ്നമാണ്. ആ പ്രശ്നത്തിലേക്ക് നിങ്ങൾ നിശ്ചയമായിട്ടും കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ്. Thank you, sir. We can take one more question, I think. ഹലോ, എൻ്റെ പേര് സിനാദാണ്. പീപ്ലൈൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു AI സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ കൂടിയാണ്. ഇതേ വേദിയിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ എൻ്റെ ലീഡിങ് ഓൺട്രപ്രണർ ആയിട്ടുള്ള സിമിലാർ മുസ്തഫയുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാനും സാധിച്ചിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ഉമർ സാറോടാണ്. നേരത്തെ ഉണ്ണി സാറ് പറഞ്ഞ പോലെ തന്നെ ടച്ച് ചെയ്തും ഫീൽ ചെയ്തും പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ AI കടന്നുവരവോടുകൂടി, ഒരു പക്ഷേ അത് കോമൺ ക്വസ്റ്റ്യൻ ആയിരിക്കാം, AI കടന്നുവരവോടുകൂടി നമ്മളെ ജനറേഷനെ അല്ലെങ്കിൽ ഇനി വരാൻ പോണ ജനറേഷൻ്റെ ക്രിയേറ്റിവിറ്റിനെ ബാധിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, ഈ നമുക്ക് ഒരു ജനറൽ ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതുവരെ അനുഭവിച്ചതൊക്കെ നല്ലതും ഇനി വരാനുള്ളതെല്ലാം പേടിപ്പെടുത്തുന്നതും എന്നുള്ള ഒരു ചിന്ത പൊതുവിൽ ആൾക്കാർക്കുണ്ട്. കഴിഞ്ഞതൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ പണ്ടത്തെ ഞങ്ങളായിരുന്നു നല്ലത്, ഇന്നത്തെ മോശമാണ്, അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്നത് ഭയങ്കര പ്രോബ്ലം ആയിട്ടുള്ള ഒരു സിനാരിയോ ആണെന്നൊക്കെ ഒരു ചിന്തയുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തേത്, ഇത് ഒന്നിനേക്കാൾ നല്ലത് മോശം എന്ന് വിലയിരുത്തുന്നതിനേക്കാൾ ഉപരി നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നു എന്നുള്ളതിലേക്ക് നോക്കാം. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ കുറവുണ്ടാകും. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മണ്ണിലൊക്കെ ഇറങ്ങി പണിയെടുക്കുന്ന ആളാണ്, കല്ല് വെട്ടുന്ന ആളൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല തഴമ്പുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനത്തെ പണികളൊക്കെ നിർത്തി കുറച്ചും കൂടെ ക്രിയേറ്റീവ് സ്പേസിലേക്ക് മാറുമ്പോൾ ആ തഴമ്പില്ലാത്തതിൻ്റെ കാരണം ഇപ്പോൾ കൈയൊന്നും പണ്ടത്തെ അത്ര ലൈക്ക് സ്ട്രോങ് അല്ല എന്നുള്ള ഫീല് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ഓരോ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസുകൾ ഇത്തരം ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോൾ
ഒരു പക്ഷേ ബ്രെയിൻ മസിൽസിന് കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാകും, ഫിസിക്കലായിട്ടുള്ള വിഷയങ്ങൾക്ക് ചിലപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, സോഷ്യൽ സ്പേസിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഒന്ന് മെച്ചം ഒന്ന് മോശം എന്നുള്ളതല്ല, ഒരു എൻറ്റയർലി പുതിയ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസുകൾ നമ്മുടെ കുട്ടികൾക്ക് ടെക്നോളജികൾ വഴി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇനി ഇതുവഴി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് എലമെൻറ്റുകളുണ്ട്. അത് ഈ ഒരു അർത്ഥത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഞാനത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് വളരെ യങ് ഏജിലേക്ക് കുട്ടികളിലേക്ക് ഇത്രയും ഇൻഫോർമേഷൻ എക്സ്പ്ലോർഡ് ചെയ്യുമ്പോൾ അത് അവരുടെ മെൻ്റൽ അല്ലെങ്കിൽ തിങ്കിങ് രീതിയൊക്കെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നോ, അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടേണ്ടുന്ന പ്രായത്തിലാണോ കിട്ടേണ്ടുന്നത്, ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഒരു ചലഞ്ചുകളായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് ഒരുപാട് ചലഞ്ചുകളുണ്ട്. അപ്പോൾ ഈ ചലഞ്ചുകൾക്ക് നമുക്ക് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാം. നേരത്തെ ഉണ്ണി സാറ് പറഞ്ഞ പോലെ ഇവിടെയൊക്കെ മനുഷ്യനാവുക എന്നുള്ളതിന് കൂടുതൽ മൂല്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയിട്ടുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ടെക്നോളജി ഒരു ഏത് പോയിന്റിൽ ടെക്നോളജി നിർത്തി ഹ്യൂമാനിറ്റി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സോഷ്യൽ സിസ്റ്റംസ് ഇവോൾവ് ചെയ്യേണ്ടതും എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഇവോൾവ് ചെയ്യേണ്ടതും പുതിയ റിയാലിറ്റിയുടെ പശ്ചാത്തലത്തിലാണ്. അത് ഒരിക്കലും പഴമ നല്ലതാണ് എന്നുള്ള ഒരു ഓവർ എംഫസിസ് എന്നല്ല, പക്ഷെ പുതിയ സാധ്യതകൾ ഒരുക്കുന്ന ഒരു നിലമുണ്ട്. ആ നിലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ സാധ്യതകളെ ലെവറേജ് ചെയ്യണം. എന്നാൽ നമ്മുടേത് എന്ന് കരുതുന്ന, മാനുഷികമെന്ന് നമ്മൾ കരുതുന്ന മൂല്യങ്ങളെ എങ്ങനെ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയുക എന്നുള്ളതിന് ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Thank you. I think we have a lot of questions coming up. We can take one questions more and we can wrap it up. ഹലോ, ഞാൻ നിങ്ങൾ AI സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, അവർ ഇ-കൊമേഴ്സ് വഴി ഡ്രസ്സുകൾ സെല് ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവർക്ക് ഒരു സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ക്യാമറ ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ ഒരാളുടെ സൈസ് മെഷർ ചെയ്യാൻ കഴിയണം. അപ്പോൾ അതായിരുന്നു അവരുടെ പ്രോബ്ലം. അപ്പോൾ അത് സൊല്യൂഷന് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചെയ്തു കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെഡാസ് യൂസ് ചെയ്തിട്ട് ഡെപ്ത് അളന്നിട്ട് പിന്നെ മെഷർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ഇതിലാണ്. പക്ഷേങ്കിൽ ഇവിടെ പ്രോബ്ലം വന്ന് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡാസിന് ആക്യുറസി കുറവാണ്. അപ്പോൾ അതിനെക്കാട്ടും പുതിയ ഒരു മോഡൽ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തു, 0 ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അത് ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അത് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ കുറേ ഇററുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇററുകൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോമൺലി ചെയ്യുന്ന കോഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്ക് ഓവർഫ്ലോ അല്ലെങ്കിൽ ഗിറ്റപ്പിലൊക്കെ ചോദിച്ച് നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഈ ലേറ്റസ്റ്റ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇതിലൊന്നും ചോദിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഡിലേ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ പുതിയ ടെക്നോളജി ലേൺ ചെയ്യാൻ നോക്കിയാൽ തന്നെ ഇത് പൂർണ്ണമായ ലേണിംഗ് സൊല്യൂഷൻസ് യൂട്യൂബിലാണെങ്കിൽ വീഡിയോസ് ഇല്ല, ഇതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതേപോലെ പണ്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ജിമിനി ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ലാമ ഇൻഡെക്സ് വെച്ച് കണ്ടൊരു ഇത് ചെയ്തിരുന്നു. അപ്പോൾ അത് GPT ലാമ ഇൻഡെക്സും വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ലാമ ഇൻഡെക്സ് GPT മാറ്റി നേരെ ജിമിനിയിലേക്ക് കൊടുത്തപ്പോൾ ഈ ജിമിനി ഈ കോൺവെർസേഷൻ മോഡൽ ചെയ്യാത്തൊരു ഇഷ്യൂ വന്നു. അപ്പോൾ അത് നമ്മൾ ലാമ ഇൻഡെക്സിൻ്റെ കോഡ് ഫുൾ റെഫർ ചെയ്ത ലാസ്റ്റ് അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ അത്രയും ഇടങ്ങാറാവുന്നുണ്ട് ഈ ലേറ്റസ്റ്റ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെറിയ സ്റ്റാർട്ടപ്പ് ചെറിയ രീതിയിൽ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ സൊല്യൂഷൻസ് ആയിട്ട് 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. ഒന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഇതിൽ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കിപ്പോൾ അത് അഫോർഡബിൾ അല്ല. പിന്നെ രണ്ടാമതൊരു സൊല്യൂഷൻ എന്നുള്ളത് ഇങ്ങനെ ലേറ്റസ്റ്റ് ടെക്നോളജികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവ ചർച്ച ചെയ്യുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് ഇതിനെക്കുറിച്ചുള്ള അഡ്വൈസ് അല്ലെങ്കിൽ സോൾവുകൾ വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ ഫേംസ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റികളൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളടുത്ത് അതുപോലത്തെ എന്തെങ്കിലും സൊല്യൂഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കാര്യങ്ങളുണ്ടെങ്കിൽ റെഫർ ചെയ്ത് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ടിങ്കറപ്പിന് ഒരു AI കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് എനിക്കൊന്ന് നമ്മുടെ 2015 മുതൽ കുറച്ച് ആക്റ്റീവായിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മലയാളത്തിലൊരു ലാംഗ്വേജ് മോഡൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കുറച്ച് എക്സ്പ്ലോറേഷൻ മൈക്രോസോഫ്റ്റിൻ്റെ കൂടെ ഒക്കെ കുറച്ച് റിസർച്ച് പോലെ ചെയ്യുന്നുണ്ട്. അപ്പം മേ ബി ഇവൻറ്റ് കഴിഞ്ഞിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ കുറച്ച് ആൾക്കാരെ കണക്ട് ചെയ്ത് തരാം. ഹലോ, താങ്ക് യു. എൻ്റെ പേര് അഭിഷേക്, ടിങ്കർ ഹബ് ക്യാമ്പസ് ലീഡാണ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. സോ ഹാപ്പി ടു സീ മെഹറിക്ക ഹിയർ. ഹായ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ മെഹറിക്കാനോടല്ല, മെഹറിക്കാനോട് ഞാൻ ഒരുപാട് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഈസ് ഫോർ ഒമർ അബ്ദുസലാം. സോ ആസ് എൻ ജസ്റ്റ് നോട്ട് ആസ് എൻ എഡ്യൂക്കേഷനിസ്റ്റ് ബട്ട് ആൾസോ ആസ് എൻ ഇൻഫ്ലുവൻസർ, ഇപ്പോഴത്തെ ഒരുപാട് പിള്ളേർ പറയുന്നുണ്ട് ഈ മാത്സ് ഒക്കെ പഠിച്ചിട്ട് എന്താ കാര്യം,
ഈക്വേഷൻ ഒന്നും പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല, കോളേജിൽ പോയിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് ബിസിനസ്സിൽ ഇറങ്ങാം, ആൻഡ്രൂ ടേറ്റിൻ്റെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ബിസിനസ്സിൽ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പിള്ളേരുണ്ട്. എഡ്യൂക്കേഷനാണ് നമ്മുടെ വിഷയം. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ മാത്സ്, ഇംഗ്ലീഷ്, ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കാണാപാഠം പഠിച്ചിട്ട് ഉത്തരം എഴുതിയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും 5 അക്ഷരം ഇംഗ്ലീഷിൽ നിർത്താതെ പറയാൻ അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. സോ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്, എനിക്കിപ്പോഴും നോട്ട്സ് കോളേജിൽ നിന്ന് തരുന്നുണ്ട്. അതായത് നോട്ട്സ് ചെയ്തില്ലെങ്കിൽ, സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് വരെ കുറയ്ക്കുന്നുണ്ട്. ഞാൻ പുറത്തുള്ള കോളേജിൽ എനിക്ക് ഫ്രണ്ട്സൊക്കെ അവരെന്നോട് ചോദിക്കും എന്തിനാ നോട്ട്സൊക്കെ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ കോളേജിൽ പോലും നമ്മുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ, നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ സഹായിക്കുന്നുണ്ടോ, നമ്മളെ എന്തെങ്കിലും പുതിയതായി സംഭവം വരുമ്പോൾ എന്തിനാ സുന്ദർപ്പിച്ച് വരെ ഇവിടുന്ന് അവിടെ പോയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്, ഇവിടെ ജസ്റ്റ് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂൾ മുതൽ ഈ നോട്ട് എഴുതുക, പഠിക്കുക, മാർക്ക് വാങ്ങുക, അത് പിന്നെ കോളേജിലോട്ടും പോകുമ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ ഈ സ്റ്റുഡൻസിനും തോന്നുകയാണ് ഈക്വേഷൻസും പഠിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഇപ്പോൾ കോഡിങ് ചെയ്യുന്ന ഒരാൾക്കറിയാം മാത്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഈക്വേഷൻ എന്നല്ല ചുമ്മാ ഇത് തരുന്നല്ല, ഈ കാണുന്ന ഫുള്ള് ഫിസിക്സ് ആണ്, ട്രിഗ്നോമെട്രിയാണ് ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതെങ്ങനെയാണ് ലൈഫിൽ വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാതെ അത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സിനും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല സ്റ്റുഡൻസിനോട്, ഇതെങ്ങനെയാണ് ലൈഫിൽ ഈ സംഭവങ്ങൾ എങ്ങനെ വരുന്നത്, അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാതെ പഠിക്കുമ്പോൾ നമുക്കും തോന്നില്ല അത് വേസ്റ്റ് ആണെന്ന്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഭാവിയിൽ അങ്ങനത്തെ ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോയി പിന്നെയും പുറത്ത് പോയിട്ട് ഇപ്പോൾ ഓരോ കോഴ്സുകൾ പഠിച്ചിട്ട് വേണം പഠിക്കാൻ എന്നുള്ളൊരു സംഭവത്തേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷന് വാല്യൂ ഇല്ലാതായി പോകുന്നില്ലേ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും മാറ്റം കാണാൻ പറ്റുക? അല്ല, ഇല്ലാതെ തന്നെ ഉള്ളൊരു സിസ്റ്റത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. താങ്ക് യു. നിങ്ങളുടെ പേരെന്തായിരുന്നു? അഭിഷേക്. അഭിഷേക്, ഓക്കെ. അഭിഷേക് ടീച്ചറാവുന്ന കാലത്ത് അഭിഷേക് എന്തായിരിക്കും ചെയ്യുക ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായിട്ട്? ഇതെന്താണെന്നറിയോ, എല്ലാ കാലത്തും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഒരു യൂത്ത് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂത്ത് കമ്മ്യൂണിറ്റി മാറി അവർ റെസ്പോൺസിബിൾ അഡൾട്ട് ആവുന്ന ടൈമിൽ അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് പിന്നീടുള്ള കമ്മ്യൂണിറ്റി ഇതേ കുറ്റങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ പ്രധാന പങ്ക് വഹിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം എപ്പോഴും ഞാൻ ഒരുപാട് പേരിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേരളമാണോ ഒരു മാറ്റവും നടക്കില്ല. അതെന്തോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ ഒരു മാറ്റവും നടക്കുന്നില്ല എന്നുള്ളതെന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഓരോരുത്തരും ആ മാറ്റം നമ്മളാവാൻ കഴിയുമെന്നുള്ള ട്രസ്റ്റ് എന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ മാറ്റം അവിടെ തുടങ്ങും. അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ, എനിക്ക് തോന്നുന്നു, ഞാൻ 2014 സിവിൽ സർവീസ് മെയിൻസിൽ നമുക്ക് ഓപ്ഷണൽ എസ് എ ഉണ്ടല്ലോ, എസ് എയിൽ ഒരു ചോദ്യമായിരുന്നു, ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ് എന്നുള്ളത്. അതിനെ എലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ അറിഞ്ഞവന് അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ അഭിഷേകിന് ഇഷ്യൂ അറിയാം, ലൈക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. ഇവിടെയുള്ള പല ആൾക്കാർക്കും ഇഷ്യൂ അറിയാം. ഇഷ്യൂ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള പബ്ലിക് എഡ്യൂക്കേഷൻ ഉണ്ട്, ഇതൊക്കെ വേണ്ടതാണ്, അത് വേണ്ടതാണ്, ഇത് വേണ്ടതാണ്. ഞാൻ മാത്സിൻ്റെ റെലവൻസ് ഞാൻ എന്താ പറയുക, ബൈഹാർട്ട് ആക്കുന്നതിന് എതിരെ പറയാറുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഹയർ എൻഡ് മാത്സ് അല്ലാത്ത ജനറൽ രീതിയിൽ പറയാം, മാത്സ് വളരെയധികം നമ്മുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് വേണം. പക്ഷേ ഇപ്പോഴും റെക്കോർഡുകൾ എഴുതി സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കൈയക്ഷരം ഇമ്പ്രൂവ് ചെയ്യാനാണെന്നുള്ളത് ഞാൻ അതിൽ അത്ര വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം, ഒരുപാട് ടെസ്റ്റിംഗ് സിസ്റ്റംസ് ആണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ആണെങ്കിലും ഒരു ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ സ്വീകരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അത് അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടുന്ന ആവശ്യമുള്ളൊരു മേഖലയാണ് എഡ്യൂക്കേഷൻ സ്പേസ്. അവിടെ നമ്മൾ ആസ് എ കളക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റംസ് എന്ത് ചെയ്യുന്നു, അതല്ല ഇനി നമ്മൾ മുതിർന്നു പോകുമ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ആ ക്രൗഡിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാതെ പോകുന്നു. ഇങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞാലാണ് പ്രശ്നം. അപ്പോൾ അതല്ല, ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന മാറ്റങ്ങളാവുക, അല്ലെങ്കിൽ ഒരേ അഭിപ്രായങ്ങളുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാകും, അവരുടെ ശബ്ദമായിട്ട് മാറുക. അപ്പോൾ അവരുടെ ശബ്ദമായിട്ട് മാറുമ്പോൾ ഇതൊരു ഡിസ്കഷനുള്ള സ്പേസ് ഓപ്പൺ ആക്കുകയല്ലേ. ഇപ്പോൾ ഇവിടെ ഏകദേശം 500-600 പേരുണ്ടെങ്കിൽ അവർക്കതൊരു ഡിസ്കഷൻ സ്പേസ് അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് അധ്യാപകരുണ്ടെന്നുണ്ടെങ്കിൽ അധ്യാപകർ ഫ്യൂട്ടൈലായിട്ടുള്ള എക്സസൈസുകളെ മറികടന്ന് അതിന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ഇപ്പോൾ ഞാൻ ചില അധ്യാപകരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് ഞങ്ങൾക്ക് മാറണം എന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ നമ്മുടെ പരീക്ഷാ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്നത് ഇതാണ്, രക്ഷിതാക്കൾ ഡിമാൻഡ് ചെയ്യുന്നത് ഇതാണ്.
എത്ര ഞാൻ വളരെ ചുരുങ്ങിയ വിഭാഗം രക്ഷിതാക്കൾ കുട്ടികൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സ്കിൽസ് നേടട്ടെ, അല്ലെങ്കിൽ കുട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, അല്ലാതെ ഫുൾ A+ വാങ്ങണം എന്നില്ല എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഇന്ന് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവാസിയുടെ കുട്ടി എന്ന് നമ്മുടെ കുട്ടിയേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നോ അന്ന് നിർത്തും ഈ ഇന്നൊവേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മൾ പ്രോബ്ലം ഉണ്ട് എന്ന് നമുക്ക് തന്നെ അറിയുമ്പോഴും നമ്മൾ ആ പ്രോബ്ലത്തെ ഫിക്സ് ചെയ്യുന്നതിന് പകരം നമ്മളിങ്ങനെ കാലാകാലവും കംപ്ലൈനേഴ്സ് ആയിട്ട് കടന്നു പോകുന്ന ഒരു പ്രശ്നം ഇന്ന് നാട്ടിലുണ്ട്. അപ്പോൾ ഇപ്പം ഇവിടെ വിദ്യാർത്ഥികളായിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത അധ്യാപനത്തിലേക്ക് കടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അടുത്ത ലോ മേക്കേഴ്സ് ആവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഏരിയകൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരുപാട് ഫിക്സ് ചെയ്യാനുണ്ട്, എന്നാൽ നാളെ ആവട്ടെ എന്ന് പറയുന്നതിന് പകരം ഇന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരം മുൻപോട്ട് പോയിട്ടുണ്ടാകും. അങ്ങനെ മാത്രമേ ഇവിടെ മാറ്റം ഉണ്ടാവൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആൾ ഓഫ് സഡൻ എല്ലാം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ റൈറ്റ് ഡയറക്ഷനിൽ സ്റ്റെപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. സർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോറി, അല്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരേ ഒരു ക്വസ്റ്റ്യൻ. സോറി, ഒരേ ഒരു ക്വസ്റ്റ്യൻ ആസ് എ സ്റ്റുഡന്റ് എന്ന രീതിയിൽ വൺ മിനിറ്റ് എനിക്ക് ചോദിക്കാതിരിക്കാൻ ഉണ്ട് സാറിനോട് തന്നെ. ഗവൺമെന്റിൽ എല്ലാവരും ഇല്ല, അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ പഠിച്ചത് പോയതുകൊണ്ട് ആദ്യം ഉമർ സാറിനോടാണ്. സാറിൻ്റെ ഗുരുനാഥനാണ് ഓൾറെഡി. കാരണം 18 കൊല്ലം കൊണ്ട് വിദ്യാഭ്യാസത്തിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരൻസിന് പറയാൻ പറ്റില്ല. പക്ഷേ 2 കൊല്ലം കൊണ്ട് യൂട്യൂബിൽ നിന്ന് സാറിന് അഡാപ്റ്റ് ചെയ്യുന്നു. എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെക്നോളജി പഠിച്ചെന്ന് പറയാൻ പറ്റും. ഞാൻ 10ാം ക്ലാസ് പഠിച്ച ആളാണ്. പക്ഷേ എനിക്കിപ്പം ഇതിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റും, എൻ്റെ പ്രിൻസിപ്പൾ 5 മാർക്ക് തന്നിട്ടാണ് ഞാൻ ജയിച്ചത്, അല്ല ഞാൻ പഠിച്ചിട്ടല്ല. ഈയിടെ ഞാനൊരു വാർത്ത കണ്ടായിരുന്നു, വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്നു, 2 അക്ഷരം കൂട്ടിമുട്ടിക്കാൻ അറിയാത്തവരാണ് A+ മേടിക്കുന്നത്. ഞാൻ വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോട് എന്താ അതെ. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈയിടെ ഫെറോദയുടെ ഫൗണ്ടറും ഓപ്പൺ എ സാമാന്യമാനും തമ്മിലുള്ള ഒരു ഇതിൽ പറഞ്ഞൊരു കാര്യമാണ്, സിലിക്കൺ വാലി USA ബേസിലുള്ള അവിടെയുള്ള കുട്ടികളെ പഠിപ്പിച്ചു വിടുന്ന ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിലോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഒരു എംപ്ലോയി ആയ രീതിയിലോട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഫ്യൂച്ചർ AGI ആർട്ടിഫിഷ്യൽ AGIയിൽ ഫേസ്ബുക്കിലുള്ള എല്ലാ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഇയറിലോട്ട് AGI ഡെവലപ്ഡ് ആവുമെന്ന് പറയുന്നു. അപ്പം ആ ഒരു ടൈമിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയുടെ കാര്യം, പിന്നെ ബ്രെയിൻസ് ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞ ന്യൂറാലിങ്ക്, ആ ന്യൂറാലിങ്ക് വരുമ്പം AGI ന്യൂറാലിങ്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് എന്ത് സംഭവിക്കും? അത്രേ ഉള്ളൂ. പിന്നെ സാറിൻ്റെ മോട്ടിവേഷൻ, എൻ്റെ ഗുരുനാഥനും കൂടെയാണ് സാറ്. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ആ സാർ മാത്രമാണ്. കാരണം ഞാൻ ഇപ്പോൾ തരും. കാരണം ഇപ്പോൾ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ഓൺലൈൻ ഞാൻ എവിടെയും GTech മ്യൂലേണിലും എല്ലായിടത്തും ഞാൻ പറയുന്നുണ്ട് സെൽഫ് ലേണിംഗ്, അത് മാത്രമേ ഉള്ളൂ ഞാൻ. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി വരെ ഞാൻ പഠിക്കുന്നുണ്ട്, ബിക്കോസിൽ സാർ മാത്രം. ഓക്കെ, കാരണം ഞാൻ ഇപ്പോൾ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇതല്ല. പക്ഷേ ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ചത് എൻ്റെ ടീച്ചർ 5 മാർക്ക് എനിക്ക് തന്നിട്ടാണ്. അതിനകത്ത് കുറവുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു പേഴ്സൺ സാറോ എന്നുള്ള എനിക്കെന്തുണ്ട്, എനിക്ക് എന്താണ് ഇഷ്ടമെന്ന് എൻ്റെ എഡ്യൂക്കേഷൻ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് കണക്കും ഇംഗ്ലീഷും ഒന്നും അറിയില്ല. ഇംഗ്ലീഷ് ഞാൻ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണക്കും അറിയില്ല, കെമിസ്ട്രി അറിയില്ല, ഫിസിക്സും അറിയില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്കൊന്ന് ഒരുപാട് ചോദ്യങ്ങളുള്ളതാണ്. ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് അതിനെ അവസാനിപ്പിക്കാം. അതിൽ ഒന്ന് സന്തോഷമാണ്, നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്യുമ്പോഴേ അത്ര പോപ്പുലർ കണ്ടന്റുകളല്ല ഞാൻ അധികവും ചെയ്യാറുള്ളത്. അതായത് ഒരു വലിയ മാസ് ഓഡിയൻസ് കാണുന്ന ടൈപ്പ് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. എഡ്യൂക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്, അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെയാണ് വരിക, ആ ചലഞ്ചുകൾ എങ്ങനെ നേരിടാം, ഇത്തരം മാറ്റങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അറിയുക, ഇതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. എനിക്കറിയാം ഇതൊരു നീഷ് ഓഡിയൻസ് ആണ്, അല്ലാതെ ഒരുപാട് യൂട്യൂബ് റവന്യോ മറ്റൊന്നും കണ്ടിട്ടല്ല. ചില ആൾക്കാരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് യൂട്യൂബിൽ നിന്ന് കുറേ പൈസ കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ആ പൈസ ഇതുവരെ നോക്കാറ് പോലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് എ വെരി സക്സസ്ഫുൾ കമ്പനി ദിസ് സൈഡ്. അപ്പോൾ അത് മതി, ലൈക്ക് ഐ എം ഡൂയിങ് ഗുഡ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഒരു ഭാഗത്ത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു പ്രോബ്ലത്തിലേക്ക് വരാം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേഴ്സണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ചോദ്യം പോലും, ദോസ് ഹു ക്യാൻ അഫോർഡ്, അവർക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് AGI പോലെയുള്ള ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് പോലെയുള്ള വിഷയങ്ങളെ നമ്മൾ ഏത് തരത്തിലായിരിക്കും നേരിടുക എന്നുള്ളത്. ഞാൻ എക്സാക്റ്റ് ആയിട്ട് ആ വേർഡിങ്സ് യൂസ് ചെയ്തില്ല എന്നുള്ളൂ. പക്ഷേ അത്തരം ചലഞ്ചുകളെ എങ്ങനെ മറികടക്കും എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയും തോന്നുന്നില്ല. കാരണം നൺ ഓഫ് അസ് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. മുന്നത്തെ ഒരു എക്സ്പീരിയൻസും ആ കാലത്തിലേക്ക് മതിയാകത്തുമില്ല. അപ്പോൾ ആ ഒരു കാലത്തിലേക്ക് ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുക. എന്നെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ ഇയാൾക്ക് മാത്രമേ AI പിരാന്തുള്ളൂ എന്നുള്ളത്. അത്
നമ്മൾ എത്ര കണ്ട് സൂക്ഷ്മമായിട്ട് നോക്കുന്നോ അത്ര കണ്ട് നമുക്കിത് കാണും. നമ്മൾ ചില കാറൊക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് കാർ എടുക്കണം എന്ന് വിചാരിച്ച റോട്ടിൽ ഇറങ്ങിയാൽ മുഴുവൻ സ്വിഫ്റ്റ് ആയിരിക്കും കാണാം. അത് അപ്പം മുതലാണ് നമ്മൾ അതിനെ കാണാൻ തുടങ്ങിയത്. ഇതുപോലെ നമ്മുടെ മുൻപിൽ ഒരുപാട് പാറ്റേണുകൾ മുൻപിൽ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളത് കാണുന്നില്ല, അതുകൊണ്ട് ലോകത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കരുതരുത്. ലോകത്ത് ഭയങ്കര റാപ്പിഡായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വലിയ ചലഞ്ചുകളാണ്. ഞാൻ എപ്പോഴും മനുഷ്യത്വത്തിന് ഏറ്റവും കൂടുതൽ വിലയുള്ള കാലമായിരിക്കും ഇനി വരാൻ പോകുക എന്ന് ഞാൻ പറയാറുള്ളത്. കാരണം ഇനി അതിൽ മാത്രമേ മനുഷ്യന് സ്കോപ്പുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ മനുഷ്യൻ ഇന്ന് ചെയ്യുന്ന ഏത് ജോബുകളും യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. യന്ത്രങ്ങളുടെ ഡെക്സ്റ്റിലിറ്റി കൂടുന്നു, യന്ത്രങ്ങളുടെ ഇൻ്റലിജൻസ് കൂടുന്നു. അവർ നമ്മളത്ര റിസോഴ്സ് എഫിഷ്യൻ്റ് ആവണമെന്നില്ല, എബിലിറ്റി കൂടുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ പരിമിതപ്പെടുകയും എന്നാൽ മനുഷ്യൻ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് തുറക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും വരിക എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഇന്നിപ്പോൾ ഇവിടെ ഇത്രയും നേരം നടന്ന ചർച്ചയെല്ലാം അതിലേക്ക് കൂട്ടി വെക്കേണ്ടതാണ്. ഇത് കുറേ എണ്ണം ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ എല്ലാം ഒരു ഫിക്സഡ് ആൻസർ ഉള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിൽ നമ്മളാരും പറയുന്നത് അതിന് ഫിക്സഡ് ആവണമെന്നില്ല. ഇപ്പം ഞാൻ ഉയർത്തുന്നത് പോലും ഒരു പക്ഷേ ഇത് ഇപ്പോഴത്തെ ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ചിന്തയിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഒരു പക്ഷേ നാളെ മാറിയേക്കാം, മാറണം, അതായിരിക്കണം. അല്ലാതെ എവല്യൂഷനാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് കൂടുതൽ അറിയുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ചെറുതാണ്, ഇനി എത്ര അറിയാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം എല്ലാവരോടും കോമൺ ആയിട്ട് പറയാനുള്ളത്, നമുക്ക് എത്ര കുറച്ചറിയുന്നോ അത്ര കൂടുതൽ അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ മനുഷ്യന്മാർ. അതായത് അറിയാത്ത എല്ലാ കാര്യത്തിനെയും നമ്മൾ ഒറ്റ സ്കെയിലിൽ അളക്കുള്ളൂ. പിന്നെ നമ്മൾ അറിവില്ലായ്മയിൽ നിന്നാണ് എല്ലാം തുടങ്ങുക. അപ്പോൾ നമ്മുടെ അറിവിന് അതിരും എതിരും ഉണ്ട്, അറിവില്ലായ്മയ്ക്ക് ഇതൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ സമീപിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ wrapping. So I would like to personally thank for this impactful session, right? Like ആളുകളിൽ നിന്ന് ഓഡിയൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ അറിയാം എത്രത്തോളം ഇത് ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ പേഴ്സണലി താങ്ക് ചെയ്യാണ് ഓൺ ബിഹാഫ് ഓഫ് സ്കെയിൽ അപ്പ്. ഐ എം താങ്കിങ് യു ഈച്ച് വൺ ഓഫ് യു. ഓവർ ടു യു ദക്ഷ.